أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس ناني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാർ, കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആദരണീയരായ അസ്ഹാബുൽ ബദരിയ്യീൻ റളിയല്ലാഹു അൻഹും അവരുടെ നാമങ്ങൾ ഉരുവിട്ട് സൃഷ്ടിച്ച നാഥൻ്റെ വിശുദ്ധമായ പേരുകൾ ഉച്ചരിച്ച് അവനെ കൽബിലേക്ക് ആവാഹിക്കുന്നതിനുള്ള ദിക്റുകൾ ചൊല്ലി ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്തുകൾ ആവർത്തിച്ചു ചൊല്ലി നമ്മളെ വലിയ ഒരു ലക്ഷ്യത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 100 പ്രകാശവർഷങ്ങൾ പൂർത്തിയാക്കുന്ന പണ്ഡിത സഭ ഇത്രയും കാലം നിലകൊണ്ടത് ഈ ഉമ്മത്തിൻ്റെ ആദർശപരവും ആത്മീയവുമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സെഞ്ചുറി കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഗ്രാമങ്ങളിലും പഴയ കാലത്തു നിലനിന്നിരുന്ന നാട്ടുദർശിനെ തിരിച്ചു പുനഃസ്ഥാപിച്ച് അറിവിൻ്റെ വികാസത്തിനും കൈമാറ്റത്തിനും അവസരമൊരുക്കുമ്പോൾ കേരളത്തിലെ ഏകദേശം 600ഓളം പ്രദേശങ്ങളിൽ, സർക്കിൾ കേന്ദ്രങ്ങളിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയമായ വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് തസ്കിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള തസ്കിയ സമ്മേളനത്തിലാണ് നമ്മൾ ഉള്ളത്. തസ്കിയത്ത് വിശുദ്ധിയാണ്. എന്തിൻ്റെ വിശുദ്ധി? ആത്മാവിൻ്റെ വിശുദ്ധിയാണ്, ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്.
ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹതു സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വൈദാ ഫസദതു ഫസദൽ ജസദു കുല്ലു, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹൃദയ വിശുദ്ധി, ഖദ് അഫ്ലഹ മൻ തസക്ക, ഹൃദയ വിശുദ്ധി നേടിയ ആൾ വിജയിച്ചിരിക്കുന്നു. വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് ഹൃദയം അത് സ്ഫുടം ചെയ്യപ്പെട്ടതാകുക എന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ മുഴുവനും ഏറ്റവും മനോഹരമായ രീതിയിൽ, സംതൃപ്തമായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കേവലം ആരാധനകൾ എന്ന് പറയുന്നത് നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തും മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ആരാധനകളിലെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ മാത്രമാണ്. ആത്മീയമായ വളർച്ചയ്ക്ക് അവസരം തരുന്ന ആരാധനാ കർമ്മങ്ങൾ എന്നത് വിശ്വാസിയുടെ മൊത്തം ജീവിതമാണ്. വിശ്വാസിയുടെ മൊത്തം ജീവിതമാണ് ആത്മീയമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ നടപ്പും നമ്മുടെ ഇരിപ്പും നമ്മുടെ സംസാരവും നമ്മുടെ ഇടപഴക്കങ്ങളും നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള വിഷയങ്ങളും കുടുംബപരമായ സാഹചര്യങ്ങളിലെ വസ്തുതകളും ഇങ്ങനെ തുടങ്ങി ഒരു വ്യക്തി ഇടപെടുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിൽ മുഴുവനും വിശുദ്ധ ഇസ്ലാം ഉണ്ടാകുക. അങ്ങനെയാകുമ്പോൾ അവിടങ്ങളിലെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ആത്മീയമായ വളർച്ചയുണ്ടാകണമെങ്കിൽ കേവലം പരിമിതമായ ചില ആരാധനകളിൽ മാത്രമുള്ള കൃത്യത കൊണ്ട് കാര്യമില്ല. നല്ല നിസ്കാരക്കാരനാണ്, ശരി, നല്ല നിസ്കാരക്കാരനായതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല. മറിച്ച് അവൻ്റെ കൂടെ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ്റെ പാർട്ട്ണറായി നിൽക്കുന്ന ആളുകളോടുള്ള കടപ്പാടുകളും കടമകളും അയാൾ വീട്ടണം. എന്നാലേ ഈ നിസ്കാരം അടക്കം അയാൾക്ക് ഉപകാരപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ കേവലം ചില ആരാധനകളിൽ മാത്രം, സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി ആത്മീയമായി വളരണമെങ്കിൽ 5 ഘടകങ്ങൾ ശരിപ്പെടണം. 5 ഘടകങ്ങൾ ശരിപ്പെട്ടാലേ ഒരാൾക്ക് ആത്മീയമായ വളർച്ച സാധിക്കുകയുള്ളൂ. ഏതാണ് 5 ഘടകങ്ങൾ? ഒന്ന് അൽ ഈമാൻ, ഈമാനാണ്. ആ ഈമാൻ കൃത്യമാകണം. ആ ഈമാൻ കൃത്യമാകുന്നതോടൊപ്പം രണ്ടാമത്തത് മനസ്സിന്റെ വിശുദ്ധിയിലേക്ക് അവൻ എത്തിച്ചേരുക. രണ്ടാമത്തത് തഖ്വയാണ്. മൂന്നാമത്തത് അസ്സഖാഫ, തൻ്റെ കൾച്ചറാണ്. കൾച്ചർ എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റിയെ അനുഭവിക്കുക എന്ന അർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. നാലാമത്തത് അൽ ആദാബ്, അച്ചടക്കമാണ്. ഒരു വ്യക്തി ഓരോ സ്ഥലങ്ങളിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ ഓരോ വ്യക്തികളും പാലിച്ചിരിക്കണം. ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം ജംഇയ്യത്തുൽ അദാഇ,
യഥാർത്ഥത്തിൽ ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും ബോധ്യവും ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ ഒരു വിജയിക്കുന്ന വ്യക്തിയാക്കി മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളെ നമ്മൾ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ആമുഖമായി എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയുകയാണ്, ഇത് പറഞ്ഞു പോകാൻ മാത്രമുള്ളതുമല്ല, കേട്ടുപോകാൻ മാത്രമുള്ളതുമല്ല. പിന്നെന്താണ്? ഇത് ഇന്നു മുതൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായി തീരേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ ഇതുവരെ ഇല്ലാത്ത ഒന്നല്ല, ഇല്ല എന്ന അർത്ഥത്തിലുമല്ല. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ജാഗ്രതയോടെ അതിനോട് സമീപിക്കണം. കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ക്രമീകരിക്കുകയും ചെയ്യണം. ആ അർത്ഥത്തിലേക്ക് നമ്മുടെ ഈ ഒരു സദസ്സ് കൊണ്ട് നമുക്കൊരാത്മീയമായ വളർച്ച ഉണ്ടായി എന്ന് ബോധ്യമാകും വിധത്തിൽ ഈ സദസ്സിന് അഥറുണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു ഫലം ചെയ്യുന്ന സദസ്സാക്കി ഈ സദസ്സിനെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളത്. റബ്ബ് തരാത്തതായി ഒന്നും ഇല്ല. അവൻ തരാത്തത് എന്തെങ്കിലും സ്വന്തമായി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇത് നമ്മളെ മനസ്സിൽ നല്ല ബോധം വേണം. എന്തിനാണത്? ആ റബ്ബിനോട് നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയ. അല്ലാഹ് എന്ന് പറയുമ്പോൾ അവനോട് ഖൗഫ് ഉണ്ടാകണം, അവനിൽ വലിയ പ്രതീക്ഷയും. ആ രണ്ടു കാര്യങ്ങളും ചേരുന്നിടത്ത് അവനോടുള്ള ഒരു സ്നേഹത്തിന്റെ തലവും ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള കണക്ഷൻ അത് ഏറെക്കൂടെയും റാഹത്തായി സന്തോഷമായി അങ്ങനെ പോകും. നമ്മളിപ്പോൾ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ ആ നിസ്കാരം ഒരു 4 റക്അത്ത് ഇശാ പൂർത്തിയാക്കാൻ നമുക്ക് ഒരുപാട് പ്രയാസമുണ്ട്, അല്ലേ? എന്താണ് പ്രയാസം? ഒന്ന് ഹുദൂറുൽ ഖൽബില്ല. കൈ കെട്ടുമ്പോ തുടങ്ങും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ. വ്യത്യസ്തങ്ങളാകുന്ന ചിന്തകൾ ഖൽബിലൂടെ ഇങ്ങനെ കടന്നുപോകും. ഇത് ആരാധനകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. രണ്ടാമത്തെ ഒന്നോ, ഈ ആരാധനകൾ നമ്മൾ നിർവഹിക്കുന്നത് ഒരു കടമ കഴിക്കലാണ്, അല്ലേ? നിസ്കരിക്കണമല്ലോ, അതുകൊണ്ടാണ്ട് നിസ്കരിച്ചു കളയാ. ആ നിസ്കാരം എന്ന് പറയുന്നത് ഒരു കടമ പോലെ. അപ്പോ ഉസ്താദ് ഇശാ നിസ്കാരത്തിൽ ദീർഘമായൊരു സൂറത്ത് അയാൾക്ക് ഓതാൻ പാടുണ്ടോ ഇല്ലേ? അത് ഫിഖ്ഹിയായ മസ്അലക്കനുസരിച്ചാകണം. ഞാൻ അതിലേക്ക് പോവല്ല. ഇൻ കേസ് ഓതിയാൽ അത് ബേക്കിലിരിക്കുന്ന നമ്മൾ അക്ഷമരാകുകയാണ്, നമ്മൾ അതിനോട് അസ്വസ്ഥത കാണിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാര്യം? ഇതങ്ങ് നീണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ആ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എഴുന്നേൽക്കുകയാണ്. എന്താണ് കാര്യം? ആ നിസ്കാരത്തിനു ശേഷം നിർവഹിക്കാനുള്ള ശ്രേഷ്ഠമായ ദിക്റുകളും ദുആകളും അതിന് നിൽക്കാൻ നമ്മുടെ ശരീരത്തിന് സമയം കിട്ടുന്നില്ല, എന്ന് പറഞ്ഞാൽ ക്ഷമ ലഭിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത് ആത്മീയമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ ഉദാഹരണങ്ങളായി പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഒരു കടമ കഴിക്കുന്നത് പോലെ ഈ ആരാധനകൾ നിർവഹിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ഖൽബും അല്ലാഹുവും തമ്മിലുള്ള കണക്ഷൻ കൃത്യമായിട്ടില്ല എന്നതുകൊണ്ട്. അത് കൃത്യമാകാൻ വേണ്ടിയാണ് റബ്ബിനെ കുറിച്ച് നമുക്ക് ഖൗഫുണ്ട്, അവനിൽ പ്രതീക്ഷയുമുണ്ട്. ആ ഖൗഫും പ്രതീക്ഷയും ഉള്ളതോടൊപ്പം എല്ലാ നിഅമത്തുകളും തരുന്ന റബ്ബ്, കാണാനുള്ള കണ്ണ്, കേൾക്കാനുള്ള കാത്, നടക്കാനുള്ള കാല്, പിടിക്കാനുള്ള കൈകൾ, ജീവിതത്തിന് വേണ്ട ജോലി, തനിക്ക് നല്ല ഒരു ഭാര്യ, ആ ഭാര്യയിൽ നല്ല മക്കൾ, അനുസരണയുള്ള മക്കൾ,
നല്ല ഒരു വീട്, ഒരു വാഹനം, നല്ല നല്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത സാധനങ്ങൾ, വസ്തുക്കൾ ദുനിയാവിലുള്ളത് നമ്മൾ അനുഭവിക്കുന്നത്, ഇതെല്ലാം ആരിൽ നിന്ന് ലഭിക്കുന്നതാണ്? കുല്ലു മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നത്. ആ റബ്ബ് തരണ്ടാന്ന് വിചാരിച്ചാൽ ഒരു വസ്തു നമുക്ക് കിട്ടൂല, ഒരു വസ്തു നമുക്ക് കിട്ടൂല. അവന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒന്നും സംഭവിക്കൂല. അതുകൊണ്ടാണ് ഹൃദയം ചേർത്തു വെച്ചുകൊണ്ട് നമ്മൾ 5 നേരം അള്ളാഹുവിന്റെ മഹത്വം പറയേണ്ടത്. പറയാറുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. സൃഷ്ടാവായ അല്ലാഹുവിന്റെ എല്ലാവിധ അധികാരത്തെയും അംഗീകരിക്കുന്ന, അവന്റെ തീരുമാനത്തിന് വിധേയപ്പെടുന്ന വാചകങ്ങളാണ്, ദിക്റുകളാണ്. അല്ലാഹുമ്മ, പടച്ചോനെ, ലാ മാനിയ ലിമാ അഅ്തൈത, നീ ഒരാൾക്ക് വല്ലതും നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടസ്സം പറയാൻ എനിക്ക് കഴിയൂല, അതിനെ തടസ്സപ്പെടുത്താൻ എനിക്ക് കഴിയൂല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ ഒരാൾക്കൊന്ന് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് ഒരു വണ്ടി വേണ്ട എന്നാണ് പടച്ചോന്റെ തീരുമാനമെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ ഒരാൾക്കും കഴിയൂല. അപ്പോ നീ കൊടുക്കാൻ ഉദ്ദേശിക്കാത്തത് കൊടുക്കാനോ, നീ കൊടുക്കാൻ ഉദ്ദേശിച്ചത് തടയാനോ എനിക്ക് കഴിയൂല. ഈ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം അത് അക്ഷരം പ്രതി നടപ്പിലാകും. അള്ളാഹു വിധിച്ച കാര്യം, ആ വിധിച്ച കാര്യത്തെ തട്ടുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമല്ല. എനിക്ക് ഇന്ന് ഒരു രോഗം ഉണ്ടാകണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ മറികടക്കാൻ എനിക്ക് കഴിയില്ല. വലാ മുബദ്ദില ലിമാ ഹകംത, ഇങ്ങനെയൊന്നല്ല എനിക്ക് ഉണ്ടാകേണ്ടത്, എന്റെ ജീവിതം ഇങ്ങനെയൊന്നല്ല ആകേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് റബ്ബ് തീരുമാനിച്ച തീരുമാനത്തെ മറികടക്കാനും ഒരാൾക്കും കഴിയൂല. അള്ളാഹുവിന്റെ സമക്ഷത്തിലാണ് സർവ അധികാരങ്ങളുമുള്ളത്. ആ റബ്ബിനെ ഓരോ സെക്കൻഡിലും ശ്വാസനിശ്വാസത്തിന് അവസരം തരുന്ന റബ്ബിനെ, ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളവും വെളിച്ചവും വായുവും എല്ലാം തന്ന റബ്ബിനെ, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കുന്ന റബ്ബിനെ, ആ അർത്ഥത്തിൽ നമ്മുടെ അധികാര പരിധിയിലില്ലാത്ത സർവാധികാരങ്ങളെയും വേണ്ടതുപോലെ ക്രമപ്പെടുത്തുന്ന റബ്ബിനെ, ആ റബ്ബിനെയാണ് നമ്മൾ മഹബത്ത് വെക്കേണ്ടത്. അവനെയാണ് നമ്മൾ ഹൃദയം ചേർത്തുവെച്ച് ആരാധിക്കേണ്ടത്. അവന്റെ ഔദാര്യത്തിന്റെ നിലനിൽപ്പിലൂടെയാണ് നമുക്ക് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകണം, ചിന്തയിലുണ്ടാകണം. ഭൗതികമായ ലോകത്തെ ചില സുഖങ്ങൾ ലഭിക്കുമ്പോൾ, സാമ്പത്തികമായ വികാസമുണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മൾ അഹങ്കരിച്ചു പോകരുത്. നമ്മളെല്ലാം തികഞ്ഞവരായി എന്ന് വിചാരിക്കരുത്. സൃഷ്ടിച്ച നാഥനെ നമ്മൾ മറന്നു പോകരുത്. പിന്നെ എന്താണ് വേണ്ടത്? ആ റബ്ബിനെ ഖൽബ് കൊണ്ട് സ്നേഹിക്കുകയാണ് വേണ്ടത്. അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. ആ ഇഷ്ടത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആ ഇഷ്ടത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം, അതേ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യാം, അല്ലേ? എൻ്റെ ഭാര്യയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എന്നാൽ ആ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സംഗതികൾ ഞാൻ ചെയ്തു കൊടുക്കും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വല്ലാത്ത ഇഷ്ടമുണ്ട്, എന്നാൽ ആ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭാര്യ പ്രവർത്തിക്കും. അതേപോലെ തന്നെ
ഭാര്യയ്ക്ക് ഇന്ന സംഗതി ഇഷ്ടമില്ല, എന്നാൽ അത് നമ്മൾ ചെയ്യൂല. അപ്പോ ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ താല്പര്യങ്ങളെയും ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ താല്പര്യക്കുറവുകളെയും പരിഗണിക്കപ്പെടുമ്പോഴാണ് അവരുമായുള്ള സ്നേഹബന്ധം കൃത്യമാകുന്നത്. അല്ലെങ്കിൽ അത് കൃത്യമാകൂല. അങ്ങനെയെങ്കിൽ ഭൗതികമായ ലോകത്തുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വാപ്പാനെ സ്നേഹിക്കുന്നു മക്കൾ. അതിന്റെ ഒരു കാരണം വാപ്പയാണ് ഞാൻ ഉണ്ടാകാൻ കാരണം എന്നത് തന്നെയാണ്. പിന്നെയോ എൻ്റെ ചെറിയ കാലം മുതൽ ഞാൻ പക്വമായി സ്വന്തമായി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആരോഗ്യപരമായും സാമ്പത്തികപരമായുമുള്ള അവസ്ഥ എത്തുന്നത് വരെ ആ പിതാവിന്റെ തണലിലാണ്, ആശ്രയത്തിലാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ എനിക്ക് വേണ്ടി ശരീരം കഠിനാധ്വാനം ചെയ്ത് വിയർപ്പ് ഒഴുക്കി ഒരുപക്ഷെ നാട് വിട്ട് അങ്ങനെ അധ്വാനിച്ച് ഉറക്കൊടിഞ്ഞ് അധ്വാനിച്ച ആ പിതാവ് ഇത്രയും കാര്യം എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ആ പിതാവിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകും. ഇങ്ങനെ നമ്മൾ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ പിതാവിനോടുള്ള ഇഷ്ടത്തെക്കാൾ, മാതാവിനോടുള്ള ഇഷ്ടത്തെക്കാൾ, ഭാര്യയോടുള്ള ഇഷ്ടത്തെക്കാൾ, മക്കളോടുള്ള ഇഷ്ടത്തെക്കാൾ, തൻ്റെ മുതലാളിയോടുള്ള ഇഷ്ടത്തെക്കാൾ, തൻ്റെ ആത്മസുഹൃത്തിനോടുള്ള ഇഷ്ടത്തെക്കാൾ മഹബത്ത് ആരോടാണ് വേണ്ടത്? ഈ പിതാവിനെ എനിക്കു തന്ന, അതെ, ആ പിതാവിന് ജോലി റബ്ബ് തആല കൊടുത്തതാണ്, സാമ്പത്തികം അല്ലാഹു കൊടുത്തതാണ്, എന്നെ ശുശ്രൂഷിക്കാനും എന്നെ പരിപാലിക്കാനുമുള്ള സർവ അനുഗ്രഹങ്ങളും ആ പിതാവിനെ ഉണ്ടാക്കിയവനും ആ പിതാവിന് ഈ വഴികളെല്ലാം തുറന്നു കൊടുത്തവനുമായ അല്ലാഹു ഇല്ലയോ? ആ അല്ലാഹുവിനെയല്ലേ പിതാവിനെക്കാളും സ്നേഹിക്കേണ്ടത്? ആ അല്ലാഹുവിനെയല്ലേ മാതാവിനെക്കാളും സ്നേഹിക്കേണ്ടത്? ആ അല്ലാഹുവിനെയല്ലേ ദുനിയാവിലുള്ള നാം സ്നേഹിക്കുന്ന എല്ലാത്തിനേക്കാളും സ്നേഹിക്കേണ്ടത്? ആ നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നത് വല്ലതും കിട്ടിയതിന്റെ പേരിലാണെങ്കിലും അല്ലാഹുവിൽ നിന്നല്ലാത്ത വല്ലതും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എല്ലാ അർത്ഥത്തിലും സ്നേഹം അതേ പകുത്തു നൽകാൻ പറ്റുന്നത് അല്ലാഹുവിലേക്കാണ്. ആ റബ്ബിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അവന്റെ ഇഷ്ടങ്ങളാകണം നമ്മുടെ ഇഷ്ടങ്ങൾ, അവന്റെ അനിഷ്ടങ്ങൾ നമ്മുടെ അനിഷ്ടങ്ങളാകണം. അവൻ പറഞ്ഞതേ പ്രവർത്തിക്കാവൂ, അവൻ വിരോധിച്ചത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ തഖ്വയുള്ളയാളായി മാറുക. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണ്, വിരോധിച്ച കാര്യങ്ങൾ മാറ്റി നിർത്തലാണ്. അങ്ങനെയാകുമ്പോഴാണ് ഒരാൾ തഖ്വയുള്ളവരാകുക, ഒരാൾ മുത്തഖിയാകുക. ആ തഖ്വയുള്ള അവസ്ഥയിലെത്തിയാൽ ഞാനാകുന്ന റാഷിദിന്റെ ഇഷ്ടം അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് സമാനമാണ്. എന്റെ വിരോധങ്ങളോ സൃഷ്ടിച്ച നാഥന്റെ വിരോധത്തിന് ചേരുന്നതാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ ആ ആളുകളെ മുന്നിൽ പ്രലോഭനത്തിന്റെ വഴിയിൽ പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെന്താണ് ആലോചിക്കുന്നത്? അവരാലോചിക്കുന്നത് എൻ്റെ റബ്ബിന്റെ ഇഷ്ടത്തിനു വിരുദ്ധമാണോ,
എങ്കിലതെനിക്ക് വേണ്ട. ഇതെന്റെ റബ്ബിന് ഇഷ്ടമുള്ളതാണോ, എന്നാൽ അത് ഞാൻ നിർവഹിക്കുകയാണ്. ഈ അർത്ഥത്തിൽ അവരാലോചിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ ശരീരങ്ങള് എല്ലാം അല്ലാഹുവിന് ഇഷ്ടമുള്ള വിധത്തിൽ ക്രമീകരിക്കപ്പെടണം. അപ്പോഴാണ് നമ്മൾ മുത്തഖീങ്ങളാകുന്നത്. വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂ വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന മനോഭാവത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്. അങ്ങനെയുള്ളവർക്ക് സന്തോഷ വാർത്തയാണ്, അവർക്ക് സമാധാനമാണ്, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അതാ ഒരു ടെൻഷനുമില്ലാത്ത അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളിലും പരിഹാരങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ. ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ, അങ്ങനെ ഭയപ്പെടുന്നയാൾക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല, ഭയപ്പെടാനൊന്നുമില്ല. കാരണം എന്താണ്? അതെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്നതു തന്നെ അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാകുകയാണ്, സർവാധികാര്യങ്ങൾക്കും പരിഹാരമാകുകയാണ്. അതല്ലേ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ, വലിയ സ്വാലിഹായ മനുഷ്യൻ, അയാളെ ബന്ദിയാക്കി കെട്ടിമുറുക്കി വരിഞ്ഞ് ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ടപ്പോൾ വിശക്കുന്ന മനുഷ്യന്റെ പക്ഷത്തേക്ക് കാക്ക അല്ലെങ്കിൽ ഒരു പക്ഷി എവിടുന്നോ കൊത്തിക്കൊണ്ടുവന്ന ഭക്ഷണം അയാളെ വായിലേക്ക് കൊത്തിക്കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നത് മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് വായിക്കാനുണ്ട്. ആര് അയാളെ പട്ടിണിക്ക് കൊല്ലണം എന്ന് വിചാരിച്ചാലും ആ വിചാരം കൊണ്ട് അയാൾ പ്രതിസന്ധിയിലാവില്ല. അതെ, അള്ളാഹു എന്ത് ചെയ്യാണ്? റബ്ബിനെ ഇഷ്ടം വെച്ച ആളുകൾ അള്ളാഹു പറഞ്ഞത് പ്രവർത്തിക്കുന്നു, പറഞ്ഞത് അതെ പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് സർവ്വതിനും പരിഹാരം അള്ളാഹു തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകൾ ബന്ദിയാക്കി. നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്. ആ മഹാനായ സ്വഹാബിയെ ബന്ദിയാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈയൊഴിക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ താല്പര്യം കൈയൊഴിക്കരുതെന്നാണ്. കഴിക്കാൻ മഹാനവറുകൾ സന്നദ്ധമായില്ല. പല പ്രലോഭനങ്ങളും നൽകി, അതിനൊന്നും വിധേയപ്പെട്ടില്ല. നിനക്ക് നല്ല സമ്പത്ത് തരാം, വേണ്ട. നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ തരാം, വേണ്ട. ഒന്നും അംഗീകരിച്ചില്ല. അപ്പോ പിന്നെ അത് പിന്തിരിപ്പിക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഒരു വീട് തടങ്കലിൽ ആക്കി ഭക്ഷണം മുടക്കി, പട്ടിണിക്കിട്ടു. ആ പട്ടിണിക്കിട്ടു, റൂമിൽ അടച്ചു കളഞ്ഞു. അപ്പൊ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുമ്പോ ആൾക്കൊരു മനംമാറ്റം വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ രീതിയിൽ പരിശോധിക്കുകയാണ്. അവര് പ്രതീക്ഷയോടെ പട്ടിണിക്കിട്ട് ഒരു ദിവസം പൂർത്തിയായി. ആ റൂമിലേക്ക് വന്ന് നോക്കുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് യാതൊരു ഭാവമാറ്റവും കാണുന്നില്ല. പിന്നെയും 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണ്? നല്ല ആരോഗ്യത്തോടെ, സംതൃപ്തിയോടെ, നല്ല ഉന്മേഷവാനായി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അപ്പോഴാണ് നോക്കുന്നത്, കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിക്കുമ്പോ എന്താണ് കാണുന്നത്? ആ റൂമിന്റെ ഉള്ളിൽ കഴിച്ചതിന്റെ ചില അവശിഷ്ടങ്ങളാണ്. ഭക്ഷണം മുടക്കിയിട്ടുണ്ട് മുശ്രിക്കുകളാകുന്ന ആളുകൾ. പക്ഷേ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഡയറക്റ്റായി ഭക്ഷണവും പഴവർഗ്ഗങ്ങളും അവരെ അടക്കപ്പെട്ട റൂമിലേക്ക് എത്തിക്കുന്നു. അല്ലാഹനെ ഭയപ്പെട്ടാൽ, അവനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ, ആ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം യജ്അൽ ലഹു മഖ്റജ,
സർവ കാര്യങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഹാരം കാണും. അതാണ് ഔലിയാക്കൾ അവരെ കുറിച്ച് പറഞ്ഞപ്പോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ബേജാറില്ല, പേടിയില്ല, ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? യജഅല്ലഹു മഖറജ, അവർ അല്ലാഹ് 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 എന്ന ചിന്തയിൽ ഖൽബുലയിച്ചു റബ്ബിനെ ഇഷ്ടം വെച്ച് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിർവഹിച്ച് അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കൈയൊടിച്ച് ജീവിച്ചവരാണ്. അവർ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചവരാണ്. ആ തഖ്വ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ബേജാറില്ല, വെപ്രാളമില്ല. അപ്പൊ റബ്ബിന്റെ സഹായം കിട്ടും. റബ്ബിന്റെ സഹായം കിട്ടിയാൽ നമ്മൾ ദുനിയാവിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഒരധികാരിയെയും അതേപോലെ തന്നെ ഒരു 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 സമ്പന്നനെയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വ്യക്തിയെയും ഭയപ്പെടേണ്ടതില്ല. അല്ലാഹുവിൽ നമ്മൾ തഖ്വയുള്ളവരായി മാറിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ തഖ്വയുള്ളവരാകണം. ഇതാണ് ഒന്നാമത് പറയാനുള്ളത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, വിശദീകരിച്ചു തരികയാണ്. എന്താണ് വിശദീകരിച്ചു തരുന്നത്? ഒരാളിൽ തഖ്വ ഉണ്ടാകാൻ, ഒരാൾ മുത്തഖിയാകാൻ എന്താണ് വേണ്ടത്? എന്താണ് ഒരാൾ മുത്തഖിയാകാൻ വേണ്ടത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അയാൾ മുത്തഖിയാകും, അയാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാകും. ഏതാണ് 4 കാര്യങ്ങൾ? ഒന്ന്, അൽ ഖൗഫു മിനൽ ജലീൽ. അൽ ഖൗഫു മിനൽ ജലീൽ, പ്രതാപിയായ ഔന്നിത്യമുള്ള അല്ലാഹുവിനോടുള്ള ഭയം. അതാണ് ഒരു മനുഷ്യനിൽ തഖ്വയുണ്ടാകാൻ വേണ്ട ഒന്നാമത്തെ അടിത്തറ. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, ആ പേടി നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. അത് ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ഉണ്ടാകണം, ആഖിറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ ആ ഭയപ്പാട് വേണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിനെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ചെറുവിരൽ അനക്കണമെങ്കിൽ റബ്ബിന്റെ തീരുമാനമില്ലാതെ അനക്കാൻ പറ്റുമോ? ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല. കാരണം ഈ വിരലുകളെ ചലനം പോലും അള്ളാഹുവിന്റെ നിയന്ത്രണ പരിധിയില. അതുമല്ലേ ചില ആളുകൾ അതാ പെട്ടെന്ന് കുഴഞ്ഞു വീണു പോകുന്നു. ആ കുഴഞ്ഞു വീണു പോകുമ്പോ ആർക്കും അവിടെ പരിഹാരം നിർവഹിക്കാൻ കഴിയുന്നില്ല. സ്ട്രോക്ക് വന്നു ഉസ്താദേ, ആകെ പോയി, പിന്നെ വലത്തെ കൈ അനങ്ങുന്നില്ല. ഇതാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. അള്ളാഹു അത്തരം രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ സലാമത്താക്കി തരുമാറാവട്ടെ. അപ്പോ നമ്മുടെ അവയവത്തിന്റെ ചലനം പോലും നിശ്ചലമാക്കുന്നത് അള്ളാഹുവാ. അപ്പൊ നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കൂല. അള്ളാഹു തന്നെ പരിഹാരമുണ്ടാക്കിയാലേ. അപ്പൊ ദുനിയാവിലെ നമ്മുടെ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ അള്ളാഹു തരേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയക്കാതിരിക്കുക? ഇനി പോകട്ടെ, ഈ ദുനിയാവ് നശ്വരമല്ലേ? ആ നശ്വരമായ ലോകത്തെയും കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ട ഒരു ലോകമില്ലേ? അത് പാരത്രിക ലോകമല്ലേ? അവിടെ സ്വസ്ഥമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ലേ? അള്ളാഹുവിന്റെ ശിക്ഷ, ചെറിയൊരു ശിക്ഷ പോലും നമുക്ക് സഹിക്കാൻ കഴിയൂല. പാരത്രികമായ ലോകത്ത്, ആ ലോകത്തേക്കുള്ള പ്രവേശനം ഖബറ് മുതൽ തുടങ്ങുക. ആ ഖബറ് ജീവിതം മുതലുള്ള ഓരോ കാര്യങ്ങളും റബ്ബിന്റെ അദാബുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതല്ല. ഇത് ഹദീസുകളിൽ കാണാം, പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ടാണ് ഖബറിലേക്ക് വെക്കുമ്പോ തന്നെ ഖബറൊന്ന് കൂട്ടിപ്പിടിക്കും. നല്ല മുഅ്മിനായ മനുഷ്യനെയാണ് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ ആ കൂട്ടിപ്പിടുത്തം സ്നേഹത്തിന്റെ പേരിലുള്ള ഒരാലിംഗനമാണ്. അതുതന്നെ ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, സ്നേഹിതന്മാര് സ്നേഹം കൂടിയിട്ട് വല്ലാണ്ട് ഒരൊറ്റപ്പെടുത്തെങ്കിൽ പിടിച്ചാൽ നമ്മളെ ഈ മസിലൊക്കെ ചിലപ്പോ ചെലങ്ങനെ വേദനയാകും.
സ്നേഹത്തിന്റെ ഊക്ക്. ചിലപ്പോ ആ സ്നേഹത്തിന്റെ ഊക്കുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഖബർ പിടിക്കാം. അതേസമയം സ്നേഹിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഇല്ലാത്ത ആളാണെങ്കിലോ പിന്നെ ആ പിടുത്തം പറയണ്ട. മാഷാ അല്ലാ, വാരിയെല്ലുകൾ പരസ്പരം കോർക്കപ്പെടും വിധത്തിലുള്ള പിടുത്തമാണ് ഉണ്ടാകുക. അവിടുന്ന് തുടങ്ങുന്ന ഏർപ്പാടാ. ആലോചിക്കണം. ആർക്കെങ്കിലും തടസ്സം പറയാൻ കഴിയോ? മാറ്റി നിർത്താൻ കഴിയോ? ഇല്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ ഖബറൊക്കെ മൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ബേജാറ് മുഖത്ത് കാണുകയാ. അവിടുന്ന് വല്ലാതെ ബേജാറോടെ ഇങ്ങനെ ആവർത്തിച്ചുരുവിടുകയാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ തസ്ബീഹിന്റെ വചനം ഇങ്ങനെ ചെല്ലുന്നത് സ്വഹാബാക്കൾ കേൾക്കുക. അവർക്കും ബേജാറായി. അവരും കൂടെ ഇങ്ങനെ ചൊല്ലി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്ത് മുഖത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിന്റെ ഭാവം ഒന്ന് മാറി വന്നു. അതിങ്ങനെ പ്രകാശിച്ചു വന്നു. അപ്പോൾ അവിടുന്ന് ചെല്ലുന്നത് മാറ്റി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചെല്ലാൻ തുടങ്ങി. ഈ രംഗം വീക്ഷിച്ച സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് സംഭവിച്ചത്? ആദ്യം അവിടുത്തെ മുഖം മാറി ബേജാറ് കണ്ടല്ലോ, തസ്ബീഹ് ഇങ്ങനെ ചെല്ലുന്നത് കേട്ടല്ലോ, അത് കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ മുഖം മാറി പ്രകാശിച്ചു, തക്ബീർ ചൊല്ലിയല്ലോ. ഈ കാര്യം പറഞ്ഞപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബാക്കളെ, ഇത് മറ്റൊന്നുമല്ല, സഅദിനെ ഖബറിൽ വെച്ചപ്പോൾ ആ സഅദിനെയും ഖബറൊന്ന് അണച്ചുകൂട്ടി, അതൊന്ന് കൂടിപ്പോയോ എന്നുള്ള ബേജാറിൽ ഞാൻ ചൊല്ലിയതാണ് തസ്ബീഹ്. അതൊന്ന് ഉറച്ചൊന്ന് വിശാലമായപ്പോൾ സന്തോഷം കൊണ്ട് ചൊല്ലിയതാണ് തക്ബീർ. മുഅ്മിനീങ്ങളെ, നമ്മളെ കാര്യം ആലോചിക്കണം. സഅദ് റളിയല്ലാഹു അൻഹു എത്ര വലിയ ആളാണ്, സ്വഹാബാക്കളിൽ പ്രമുഖനാണ്. നമുക്കെന്ത് യോഗ്യതയാണുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈമാനോടെ ഒരു നിമിഷം ഒരാൾക്ക് കണ്ടുമുട്ടാൻ അവസരം കിട്ടിയാൽ ആ അവസരം കിട്ടുന്ന മനുഷ്യൻ സ്വഹാബിയായി മാറി. സുബ്ഹാനല്ലാഹ്. പിന്നെ അവരെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് റളിയല്ലാഹു അൻഹും വറളു അൻ, അവരെ അല്ലാഹ് തൃപ്തിപ്പെട്ടു, അവരെ അല്ലാഹും തൃപ്തിപ്പെട്ടു എന്നാണ്. ആ നിലക്കുള്ള വലിയ സ്ഥാനമാണ് അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹബത്ത് ലഭിച്ചത് കൊണ്ട് കിട്ടിയ അവസരമാണ്. നമുക്കതിന് ഭാഗ്യമുണ്ടായില്ല. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മുഅ്മിനീങ്ങളെ, അവിടുത്തെ ആദരവ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരുപാട് സ്വലാത്തു ചൊല്ലിയാൽ, മദീനയിലേക്ക് മനസ്സു തിരിച്ച് സലാം പറഞ്ഞാൽ, ആ ലോകത്തിന്റെ നേതാവ് ഭൗതികമായ ലോകത്ത് ശരീരത്തിന്റെ സാന്നിധ്യത്തോടെ നമുക്ക് അവിടുത്തോട് സഹവസിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും അതേ ആത്മീയ ലോകത്തു നിന്ന് അവിടെ നമ്മളിലേക്കൊന്നു വന്നാലോ, ചേർന്നു നിന്നാലോ, അതുകൊണ്ട് നമ്മൾ സ്വഹാബികളാവില്ലെങ്കിലും നമ്മുടെ കൽബിനൊരു കുളിർമയുണ്ടാകുമല്ലോ, ആത്മാവിനൊരു വിശുദ്ധി ലഭിക്കുമല്ലോ, നമുക്ക് ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമാകുമല്ലോ. അവിടുന്ന് മനാമിലെങ്കിലും ഒന്ന് വന്നാൽ, അതുകൊണ്ട് നല്ലോണം നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇരുത്തത്തിലും നൃത്തത്തിലും ചലനത്തിലും സർവയിടങ്ങളിലും സ്വലാത്ത് സലാം ഇങ്ങനെ വർദ്ധിപ്പിക്കണം. അതിങ്ങനെ വർദ്ധിപ്പിച്ച് ഈ മാസത്തെ നമ്മൾ ധന്യമാക്കണം. സ്വഹാബാക്കൾക്ക് ഈമാനോടെ ജീവനോടെ അവിടുത്തെ സവിധത്തിൽ നിൽക്കാൻ പറ്റിയപ്പോൾ അവരെ അള്ളാഹ് അങ്ങ് തൃപ്തിപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ ചെറിയൊരു പിഴവ് വന്നാലും അള്ളാഹു അത് പരിഹരിക്കുന്നു. നമുക്കതിനവസരമില്ല എങ്കിൽ നമുക്കെങ്ങനെയാണ് പരിഹാരം? ആ പരിഹാരത്തിന്റെ വഴിയാണ്
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് കാണിച്ച് സ്വലാത്ത് സലാം വർദ്ധിക്കലാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മുഅ്മിനീങ്ങളെ, രക്ഷയ്ക്ക് മാർഗം നമ്മൾ തേടണം. ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടുന്ന് തുടങ്ങുന്ന ഭീഷണമായ സാഹചര്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെ കുറിച്ച് ദുനിയാവിൽ വെച്ച് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ചിന്ത കൽബിലുണ്ടാകുമ്പോഴാണ് നമുക്ക് റബ്ബിനോടുള്ള ഭയം വർദ്ധിക്കുന്നത്. കണ്ടില്ലേ, ആ ഭയം മനുഷ്യനിലുണ്ടായാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ടു, അവനെ പേടിച്ചു, അവന് അതാ 2 തോട്ടങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഔന്നിത്യത്തെ ഓർമ്മിച്ചുകൊണ്ട് രക്ഷിതാവിന്റെ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഭയപ്പെട്ടവനില്ലയോ? ആ ഭയപ്പെട്ട മനുഷ്യന് 2 സ്വർഗത്തോപ്പുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ മനസ്സൊന്നു കൊണ്ടുവരുമോ? നിങ്ങളുടെ ശരീരം ഇവിടെ നിൽക്കട്ടെ, നിങ്ങളെ ആത്മാവിനെ ഒന്ന് തരുമോ? ഉമ്മ പെങ്ങന്മാരെ, രക്ഷിതാക്കളെ, എവിടേക്കാണ് തരേണ്ടത്? ഇലൽ മദീന, മദീനയിലേക്കാണ്. എന്തിനാണെന്നറിയുമോ? അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, അനുചരന്മാരുമുണ്ട്. അതാ അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ചർച്ചയാണ്, നരകത്തെ കുറിച്ചുള്ള ചിന്തകളാണ്, റബ്ബിനെ കുറിച്ചുള്ള, അവന്റെ അദാബിനെ കുറിച്ചുള്ള ആലോചനകളാണ്. അഫബിഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂൻ. ആ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം, അല്ല, ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്തോ ഒരു കൗതുക വാർത്ത കേൾക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുകയാണോ? അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേട്ടിട്ട് അത്ഭുതം കൂറുകയാണോ? നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ഇതെന്തിനാ ചോദ്യം? അങ്ങനെ ചെയ്തത് കൊണ്ടല്ല. സ്വഹാബാക്കളെ കൽബ് കിടുക്കും, അവരുടെ മനസ്സ് പതറും. അല്ലാഹുവിനെ കുറിച്ചുള്ള ഗൗരവതരമായ ആലോചനകൾ കൽബിൽ വരുമ്പോൾ പിന്നെ എന്തിനാണ് ഈ ചോദ്യം? അവരെ കൽബ് ഒന്നുകൂടെ ഭയപ്പെടാനാ. ഈ ചോദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. കേട്ടിരുന്ന സ്വഹാബാക്കളെ കൽബ് പൊട്ടി, അല്ലാഹുവിനെ ഭയപ്പെട്ടു. അങ്ങനെ സുഫത്തിന്റെ അഹ്ലുകാരായ സ്വഹാബാക്കൾ മുഴുവനും കരഞ്ഞു. ഈ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരഞ്ഞു. കുറച്ചു സമയം മദീന പള്ളി അങ്ങനെ ആ തേങ്ങി കരച്ചിലിൽ വീർപ്പ് മുട്ടി നിന്നു. ആ കാഴ്ചയിൽ കഴിഞ്ഞു പോകുമ്പോൾ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, യാ റസൂലല്ലാഹ്, കരയല്ല, എനിക്കരയല്ല. വലാ യരിസുന്നാറ മൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്. ഓ നബിയേ, നിങ്ങൾ എന്തിനു കരയണം? ഈ സമയം അത്രയും കണ്ണുനീര് പൊടിച്ച് കൽബ് പൊട്ടിയത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടല്ലേ, അവന്റെ അദാബിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടല്ലേ? എങ്കിൽ വലാ യരിസുന്നാറ മൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞയാളെ നരകമനന്തരം എടുക്കൂല, നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല. അല്ലാഹുവിനെ ഭയപ്പെടണം. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ കൽബ് പൊട്ടണം, മനസ്സ് മാറണം. അൽ ഖൗഫു മിനൽ ജലീൽ.
ചോദിക്കട്ടെ, നമ്മൾ 50, 60, 40, 20 ഇങ്ങനെ വ്യത്യസ്ത വർഷങ്ങൾ ജീവിച്ചു പോയിട്ടില്ലേ? ഇക്കാലം അത്രയും ജീവിച്ചു പോയിട്ട് എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്ന് ദുനിയാവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായതിൻ്റെ പേരിലല്ല, ബിസിനസ് പൊളിഞ്ഞതിൻ്റെ പേരിലല്ല, ദുനിയാവിൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയതിൻ്റെ പേരിലല്ല, ദുനിയാവിൽ സമ്പത്ത് തകർന്നു പോയതിൻ്റെ പേരിലല്ല, വീട്ടിൽ വെള്ളം മലവെള്ളപ്പാച്ചിൽ വന്നതിന്റെ പേരിലല്ല, രോഗം ബാധിച്ച് പ്രയാസപ്പെട്ടതിന്റെ പേരിലല്ല, ഇങ്ങനെ ദുനിയാവിലുള്ള ചില പരീക്ഷണങ്ങളുടെ പേരുകളിലല്ല. എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് സ്വസ്ഥമായി സൗകര്യത്തോടെ ആത്മാഭിമാനത്തോടെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ നമ്മൾ ജീവിക്കുമ്പോ ഏതെങ്കിലും ഒരു രാത്രിയിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് കൽബ് പൊട്ടിയിട്ട് കരഞ്ഞതിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഞാനും നിങ്ങളും ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹ് എന്ന ചിന്തയിൽ കൽബ് ലയിച്ചിട്ട് രാത്രി ഉറക്കു വരാത്ത ഏതെങ്കിലും ഒരു രാത്രി നമുക്കുണ്ടായിട്ടുണ്ടോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഉറക്കു വരുന്നില്ല. റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്തുത്തരം പറയും എന്ന് വിചാരിച്ചുകൊണ്ട് ഉറക്കു വരാതെ പോന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും സമാനമായ സംഭവമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും ഉറക്കു വരാതെ എഴുന്നേറ്റു നടന്ന, റബ്ബിനെ ഭയപ്പെട്ട് എഴുന്നേറ്റു നടന്ന അനുഭവങ്ങളുണ്ട്. ചോദിക്കട്ടെ, അവരുടെ ജീവിതത്തിനോട് ചെറിയ നിലക്കെങ്കിലും ഒരു സമാനതകളില്ലാത്ത നമുക്ക് ഒരു രാത്രിയും കൽബ് പൊട്ടി കണ്ണുനീര് പൊടിച്ച് കരയാൻ പറ്റിയിട്ടില്ല. നമ്മൾ കരഞ്ഞിട്ടില്ല. നമ്മുടെ കൽബിന്റെ ഉറപ്പാണത്. ഖസ്വത്തുൽ ഖൽബിന്റെ അടയാളമാണത്. എല്ലാം തന്ന റബ്ബ്, ആ റബ്ബ് വിചാരിച്ചാൽ നമ്മെ എങ്ങനെയും കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റബ്ബിന്റെ മുന്നിൽ കൽബ് പൊട്ടണം, കണ്ണു നിറയണം. അവരിലേക്ക് അല്ലാഹ് എന്ന് വിളിച്ച് കൽബ് തേങ്ങലാകണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനം ഉരുവിട്ടുകൊണ്ട് റബ്ബിലേക്ക് ചേരാൻ നമുക്ക് പറ്റണം. ഈ സദസ്സതിന് സബബാകണം. റബ്ബിനെ ആ അർത്ഥത്തിൽ ഭയപ്പെട്ടാൽ നമ്മൾ അനാവശ്യത്തിലേക്ക് പോകൂല, ഹറാമിലേക്ക് പോകൂല. നമുക്ക് ഹറാമ് ചെയ്യാൻ ഇന്ന് മടിയില്ല, അല്ലേ? ഒരു ഹറാമും ചെയ്യാൻ നമുക്കിന്ന് മടിയില്ല. എന്തുകൊണ്ടാണ് മടിയില്ലാത്തത്? റബ്ബിനെ പേടിയില്ലാത്തത് കൊണ്ടാ. റബ്ബിനെ പേടിയില്ലാത്തത് കൊണ്ടാ. ആണും പെണ്ണും ഒരുമിച്ച് ഇടകലരുകയാ. ഒരന്യ സ്ത്രീയോട് ചാറ്റ് ചെയ്യാൻ ഇന്ന് നമുക്ക് മടിയില്ല. അനാവശ്യങ്ങളിൽ ഇടപെടുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര അനുഭവങ്ങളാ. നമ്മൾ എന്തിനെയാണ് ഓപ്പൺ ചെയ്തു വെക്കുന്നത്? നമ്മുടെ കണ്ണും കാതുമൊക്കെ ഏത് വിധത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പച്ചയായ ഹറാമു ചെയ്യാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹത്തിന്റെ ഭാഗമായി നല്ല നല്ല അവസരങ്ങൾ നമുക്ക് തരുകയാണ്. ആ തരുന്ന അവസരങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന മനസ്സുണ്ടാകുകയില്ല. നല്ല ഒരു കുടുംബത്തിൽ ഒരു വിവാഹം, ആ വിവാഹം നമുക്ക് ലഭിക്കുകയാണ്. ആ വിവാഹം ചെറുപ്പക്കാരനായ നമുക്ക് നല്ലൊരു ഇണയെ കിട്ടി. നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെ നമ്മുടെ വിവാഹത്തെ ക്രമീകരിക്കണം എന്ന ആലോചനയിൽ എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം വെക്കുന്ന വിധത്തിലാകണം എന്ന് ചിന്തിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് പുതിയ കാലത്ത്. എന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ഈ ഇണയടക്കം എനിക്ക് ഒരുക്കി തന്ന സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ ഇഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ആളുകൾ എത്രയുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതാ. സുബ്ഹാനല്ലാഹ്, അവിടെ ആണും പെണ്ണും ഒരുമിച്ചു ചേർന്ന് ആർമാദിക്കുകയാണ്. വ്യത്യസ്ത രൂപത്തിൽ ആഘോഷമാണ് പോൽ ആഘോഷം. എത്ര ദുഃഖകരമായ സാഹചര്യമാണ്. പൊതുവേദിയിലേക്ക് ആ പെൺകുട്ടിയും
ചെറുപ്പക്കാരനും നിന്ന് അവിടെ ഡാൻസ് കളിച്ച് നമ്മൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ ചിട്ടകളെയും വലിച്ചെറിഞ്ഞ് പച്ചയായ തോന്നിവാസങ്ങൾ, പച്ചയായ ഹറാമുകൾ ഒരു മടിയുമില്ലാതെ നിർവഹിക്കുന്ന കാലം അതല്ലേ നമ്മൾ കാണുന്നത്. കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകാൻ ഇപ്പോൾ പേടിയ. കാരണം പോയി ഇങ്ങോട്ട് പോന്നാൽ പിന്നെ അവിടെ എന്തൊക്കെ പേക്കൂത്തുകളാണ് നടക്കുക എന്ന് നമുക്കറിഞ്ഞൂടാ. രക്ഷിതാക്കൾക്ക് റബ്ബിനെ ഭയം വരുന്നില്ല. ചെറുപ്പക്കാരന്റെ മനസ്സിലും അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ല. പെൺകുട്ടിയുടെ ജീവിതത്തിലും പേടി തോന്നുന്നില്ല. ഇതാണ് പുതിയ കാലം. പേടിയുള്ള പെൺകുട്ടികളുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടു, അതാ ഭർത്താവ് നമുക്കൊന്ന് ഒരു ഫോട്ടോ ഷൂക്കിന് വേണ്ടി പൊയ്ക്കൂടെ, വിവാഹത്തിന് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ്. കാരണം പിറ്റേന്ന് റീൽസ് വരണം. ആ റീൽസ് വരണമെങ്കിൽ തലേന്നൊന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ പോണം. ഇതാണ് ഉദ്ദേശം. ആ പെൺകുട്ടി പറഞ്ഞു, നിക്കാഹ് കഴിയാതെ ഞാൻ വരൂല. അങ്ങനെ പറയാൻ തന്റെ ഇടമുള്ള പെൺകുട്ടികൾ വേണം. അവര് യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ലല്ലോ. കാരണം ഇപ്പൊ പെണ്ണ് കിട്ടാൻ വലിയ പണിയാണല്ലോ. അപ്പൊ ഈമാനുള്ള പെൺകുട്ടികൾ പറയണം, എന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഹറാമിന് വരൂല, ഹറാമിന്റെ സംസാരത്തിൽ ഞാൻ സന്നദ്ധമല്ല. ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ആഘോഷങ്ങളെ ക്രമീകരിക്കാൻ പറ്റുമോ? നിന്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് സംഗീതം വെച്ചിട്ട് ആടിത്തിമർക്കുന്ന ഏർപ്പാടില്ലേ? ഇത് റബ്ബിനെ ഭയപ്പെടാത്തതിന്റെ പേരിലാണ്. നീയാകുന്ന മനുഷ്യനെ ആ നീ തിമർക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിനങ്ങില്ലായ്മ ചെയ്യാനുള്ള അധികാരമുണ്ട്, കഴിവുണ്ട്. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചു കളയാ. പക്ഷേ ഔദാര്യവാനായ റബ്ബ് നിനക്ക് അവസരം തരികയാണ്, നന്നാകാൻ അവസരം തരികയാണ്. ഓ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമ്മൾ ഹറാമിലേക്ക് പോകല്ല, അനാവശ്യങ്ങളിലേക്ക് പോകല്ല. നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം, റബ്ബിനെ ഭയപ്പെടണം. കണ്ടോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലമാണ്. മഹാനവറുകള് തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണുന്നവരാ. പടച്ചോന്റെ മുന്നിൽ ഞാൻ കുടുങ്ങിപ്പോവോ? ഞാൻ ഭരണാധികാരിയല്ലേ. അപ്പൊ ഞാൻ ഭരണം നടത്തുന്ന നാട്ടിൽ ജനങ്ങളെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നിങ്ങനെ അറിയാൻ വേണ്ടി മഹാനവറുകൾ ഇങ്ങനെ റോന്തു ചുറ്റും പലപ്പോഴും രാത്രികളിൽ. ഒരു ദിവസം മഹാനവറുകൾ ഇങ്ങനെ നടക്കുമ്പോ അതാ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മയും അതേപോലെ തന്നെ മകളും തമ്മിലുള്ള സംസാരം കേൾക്കുകയാ. ആ സംസാരം കേൾക്കുന്നതിന്റെ പരിസരത്തുമല്ലേ ചെന്നു. അപ്പൊ ചെന്നപ്പോ മനസ്സിലായി ആ വീട്ടുകാർ പാൽ വിൽപ്പന നടത്തുന്നവരാണ്. പാൽ വിൽപ്പന നടത്തുന്നവരാണ് ആ വീട്ടുകാർ. അപ്പൊ ഉമ്മ മകളോട് പറയാണ്, എന്താണ് പറയുന്നത്? മകളെ, പാലിൽ കുറച്ച് വെള്ളം ചേർക്കണം, പാലിൽ കുറച്ച് വെള്ളം ചേർക്കണം. കാരണം രാവിലെ ആ പാല് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചാലാണ് കൂടുതൽ സമ്പത്ത് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കണം എന്നാണ് ഉമ്മ നിർദ്ദേശിക്കുന്നത്. ഉമ്മ മകളോട് പറയാൻ. ആ സമയത്ത് മകള് പറയാൻ, ഉമ്മ, പാലിൽ വെള്ളം ചേർക്കാനോ? ഞാൻ അത് ചേർക്കൂല. കാരണം എന്താണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആളുകൾക്ക് കച്ചവടം ചെയ്യുന്ന വസ്തുക്കളിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. ഇത് വഞ്ചനയാണ്. അതുകൊണ്ട് ഞാൻ പാലിൽ വെള്ളം ചേർക്കൂല. ഉമർ ഭരണാധികാരി കൽപ്പിച്ചത് അങ്ങനെ ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യൂല. അപ്പോഴാണ് ഉമ്മയുടെ ചോദ്യം, അല്ല പെണ്ണേ, ഉമർ എവിടെ? ഇവിടെ ഉമർ ഇത് കാണുന്നുണ്ടോ? ഉമർ ഇത് കാണൂലല്ലോ. അതുകൊണ്ട് ഉമർ അറിയാത്ത സ്ഥിതിക്ക് നീ ഈ വിഷയം ഒന്ന് ചെയ്യണം.
എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് പറയുകയാണ്, ആ പെൺകുട്ടി നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെൺകുട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ അതിന് കിട്ടൂല എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ ഉണ്ടാകണം. ഇവിടെ ഉമ്മ ഇങ്ങനെ നിർദ്ദേശിച്ചപ്പോ, ആ നിർദ്ദേശിച്ച സമയത്ത് ഈ പെൺകുട്ടി പറയുന്ന മറുപടി എന്താണ്? ഇൻകാന ഉമറു ലാ യറാനാ ഫഇന്ന റബ്ബ ഉമർ യറാനാ. ഓ ഉമ്മ, നിങ്ങൾ പറയുന്നത് ഭരണാധികാരിയായ ഉമർ കാണൂല, അതുകൊണ്ട് ഇത് ചെയ്തോ എന്നല്ലേ? ഉമ്മ, അത് ശരിയാണ്. ഇൻകാന ഉമറു ലാ യറാനാ, ഉമർ നമ്മളെ കാണൂല എന്നത് ശരിയാണ്. എന്നാൽ ഫഇന്ന റബ്ബ ഉമർ, ഉമറിന്റെ റബ്ബുണ്ടല്ലോ, ഉമറിനെ ഭരണാധികാരിയാക്കിയ റബ്ബുണ്ടല്ലോ, യറാനാ, അവൻ നമ്മെ കാണുമല്ലോ. ആ റബ്ബ് ഈ വെള്ളം ചേർക്കുന്ന കാണൂലേ ഉമ്മ? ഉമർ കണ്ടില്ലെങ്കിലും ആ റബ്ബ് കാണൂലേ? അതുകൊണ്ട് ആ റബ്ബ് കാണും എന്ന ഭയത്താൽ ഈ നിങ്ങൾ പറഞ്ഞാലും ഈ പാലിൽ വെള്ളം ചേർക്കാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ അതിന് സന്നദ്ധമല്ല എന്ന് ഉമ്മയോട് പറയുന്ന വർത്തമാനമാണ്, ആ പെൺകുട്ടിയുടെ സംസാരമാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. ഈ മറുപടി കേട്ടപ്പോൾ ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഞാൻ ഭരണം നടത്തുന്ന ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരിയായ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയോട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഒരു കാര്യം, ആ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ ഉമ്മയോട്, ഉമ്മ ഞാനത് ചെയ്യൂല, കാരണം ഉമർ കാണുന്നു എന്നതല്ല എന്റെ പ്രശ്നം, ഉമറിനെ അധികാരിയാക്കി അള്ളാഹ് കാണും എന്നതാണ് പ്രശ്നം, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. എന്റെ പെങ്ങന്മാരെ, ഹറാമുകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോ അത് മറ്റാരും അറിയൂല എന്ന അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയുടെ ചാറ്റ് ചെയ്ത മനുഷ്യൻ നമുക്ക് സ്വകാര്യത്തിൽ ഇന്ന സ്ഥലത്ത് ഒത്തുകൂടാ എന്ന് പറയുമ്പോ അത്തരം മനുഷ്യരോട് എന്നെ ഈ പണിക്ക് കിട്ടൂല എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ചങ്കൂറ്റം ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് വേണം. പെൺകുട്ടികൾ ആൺകുട്ടികളെ വശീകരിക്കുമ്പോ അവിടെ നല്ല ത്രാണിത്യത്തോടെ നിലപാടോടെ എന്നെ ഈ പരിപാടിക്ക് കിട്ടൂല എന്ന് പറയാനുള്ള ശേഷി ഓ ചെറുപ്പക്കാരാ നമുക്കും ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. അൽ ഖൗഫു മിനൽ ജലീൽ, റബ്ബിനാലുള്ള വലിയ ഭയം ഖൽബിലുണ്ടായാൽ അല്ലാഹ് എന്നെ കാണും. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, മോനെ നിനക്ക് തെറ്റ് ചെയ്യണമെന്ന് പൂതിയുണ്ടോ എങ്കിൽ നീ തെറ്റ് ചെയ്തോ, പക്ഷെ ഒരു നിബന്ധനയേ ഉള്ളൂ, അള്ളാഹു കാണാത്ത ഇടത്തിൽ പോയിട്ട് നീ തെറ്റ് ചെയ്തോ. റബ്ബ് കാണാത്ത സ്ഥലത്തിൽ പോയിട്ട് തെറ്റ് ചെയ്യാൻ ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? അല്ലാഹു യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. ഇതല്ലേ റബ്ബിന്റെ ഒരു വലിയ കഴിവ്. മനസ്സാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യമടക്കം പറയാൻ, അറിയാൻ, എല്ലാം നിർണയിക്കാൻ പറ്റുന്ന റബ്ബല്ലേ. ആ റബ്ബ് അറിയാത്ത സ്ഥലമുണ്ടോ ഈ ലോകത്ത്? ഏതെങ്കിലും ലോകങ്ങളിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ നല്ല ഭയം വേണം, ഖൗഫ് വേണം. അതുണ്ടായാൽ തഖ്വ വർദ്ധിക്കും. ഒരു മുത്തഖിയാകാനുള്ള ഒന്നാമത്തെ മാർഗമാണ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. രണ്ടാമത്തെ ഉപദേശം വൽ അമലു ബിത്തൻസീൽ. വൽ അമലു ബിത്തൻസീൽ, വിശുദ്ധ ഖുർആനിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം. ഖുർആനിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ഇത് തഖ്വയുണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ടതാ. ആ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം എന്താണ്? ഖുർആൻ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തറക്തു ഫീകും അംറൈൻ. രണ്ടു കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ഉപേക്ഷിക്കുകയാണ്, അവശേഷിപ്പിക്കുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ.
ഈ രണ്ടു കാര്യങ്ങളെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഓനൊരിക്കലും പിഴക്കൂല. ഓൻ നല്ല നേരായ വഴിയിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ പിഴക്കാത്ത വിധം പിടിക്കാൻ പറ്റുന്ന രണ്ടു കാര്യങ്ങളെ നിങ്ങളിൽ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? കിതാബുല്ലാഹ് വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. മറ്റൊന്ന് ആ ഗ്രന്ഥത്തിന്റെ വിശദീകരണമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളാണ്. ഈ രണ്ടു കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരാളും പിഴക്കൂല. അപ്പൊ ഖുർആനിനെ മുറുകെ പിടിക്കുക, അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുക. ഇത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ചില ആളുകളുണ്ട്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കൂട്ടര് വന്നിട്ടുണ്ട്. അതേരാണ്? അവര് ബിദ്അത്തുകാരാ. അവര് പറയും ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. നിങ്ങളെ ഉസ്താദുമാര് പണ്ഡിതന്മാര് പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകളല്ല ഞങ്ങൾ ഖുർആനും സുന്നത്തും നേരിട്ട് കാര്യം പഠിച്ച് അതിനെ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. ഓർക്ക് മുറുക്കവുമില്ല പിടുത്തവുമില്ല. കാരണം മഹാന്മാരിലൂടെ അല്ലാതെ ഖുർആനിന്റെ ആശയങ്ങളോ ഹദീസിന്റെ ആശയങ്ങളോ ഒരു വിശ്വാസിക്കും ലോകത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ആ മഹാന്മാരെ കണ്ടിട്ട് അവർ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലാതെ ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിയൂല, ഹദീസ് മനസ്സിലാക്കാൻ കഴിയൂല. ഞാൻ ആ വിഷയത്തിലേക്ക് വിശാലമായി പോകുന്നില്ല. ഞാനത് സൂചിപ്പിച്ചത് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോ അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നണ്ട, നമ്മൾ വിചാരിക്കണ്ട എന്ത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് പറയുന്ന മനുഷ്യന്മാരെ കൂടെ കൂടണം എന്ന് തോന്നണ്ട. അവര് ലലാലത്തിലേക്ക് കൊണ്ടുപോകും, അവര് ബിദ്അത്തിലേക്ക് കൊണ്ടുപോകും, അവര് ഈമാനെ നശിപ്പിക്കും, തഖ്വയില്ലാത്ത മനുഷ്യരായി നമ്മളെ രൂപപ്പെടുത്തും. അല്ലാഹു നമ്മെ സലാമത്താക്കി തരുമാറാവട്ടെ. അവര് ഖുർആനിനും സുന്നത്തിനും നേരെ വിരുദ്ധമായ കാര്യങ്ങളല്ലാതെ ദുനിയാവിൽ ഇതുവരെയായി ഒന്നും അവര് പറഞ്ഞിട്ടില്ല. അവരെ വിശ്വാസം, അവരെ കർമ്മങ്ങൾ, സർവകാര്യങ്ങളും ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാ, സംശയം വേണ്ട. അതുകൊണ്ട് അത്തരക്കാരുടെ ഒരാശയത്തിലും നമ്മൾ ഒരാളും അറിയാതെ പെട്ടുപോകരുത് എന്ന് മാത്രം ഒറ്റ വാചകത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാ, നമ്മുടെ ജീവിതം രൂപപ്പെടുത്താ, അതിനുവേണ്ടി അവശേഷിപ്പിച്ച രണ്ടു കാര്യങ്ങളാണ് പരിശുദ്ധമായ ഖുർആനും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും. ആ വചനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നതാ നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിച്ചാൽ നമ്മൾ പഴക്കൂല, നമ്മൾ നല്ല തഖ്വയുള്ള ആളുകളായി മാറും. അങ്ങനെ ജീവിക്കണമെങ്കിൽ വലിയ പണിയാണ്, അത് എളുപ്പമുള്ള സംഗതിയല്ല. ഇപ്പൊ നമ്മളെ പ്രശ്നം എന്താണ്? നമ്മളെ പ്രശ്നം ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു രണ്ടാം നമ്പർ അല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ട് ഓഫ് ഫാഷനാണ്, പഴഞ്ചൻ മതമാണ്. ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, ആലോചന ഇല്ലാത്തത് കൊണ്ടാണ്. വിവരവും ബുദ്ധിയുള്ള ആളുകൾ അവർ ആധുനിക കാലഘട്ടത്തിലും എവിടേക്കാണ് ആകർഷിക്കപ്പെടുന്നത്? പരിശുദ്ധ ഇസ്ലാമിലേക്കാണ്. ഇന്നും വലിയ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കമുള്ള വലിയ സെലിബ്രിറ്റികളായ ആളുകൾ അവരെപ്പോഴോ ഇസ്ലാമിനെ കുറിച്ച് കേട്ടു, അറിഞ്ഞു, അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അവസാനം അവർ മുസ്ലിമീങ്ങളാകുന്നു. എത്ര അനുഭവങ്ങളുണ്ട്! ലോകത്തെ 100 പ്രധാനപ്പെട്ട ആളുകൾ, മറ്റു മതത്തിന്റെ ആളുകളും അതേപോലെ തന്നെ പ്രധാന വ്യക്തികളും ഇസ്ലാമിലേക്ക് വന്നതിനെ കുറിച്ച്, അവർ വന്ന വഴികളെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പുസ്തകം ലോകത്ത് വാങ്ങാനുണ്ട്. അവരൊക്കെ വലിയ ബ്രിട്ടന്റെ പ്രിൻസ് ഫാമിലിയുള്ള വ്യക്തികളടക്കം ഇങ്ങനെ തുടങ്ങി. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ആ ആളുകളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, വിമർശിച്ചു പഠിച്ചവരടക്കം അവസാനം അവരെ ബുദ്ധിയിലേക്ക് ഇസ്ലാം ആകർഷണീയമാകുകയും അങ്ങനെ ഇസ്ലാമിനെ അവർ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കും വന്നു. ഇസ്ലാം പഴഞ്ചനല്ല, ഇസ്ലാം ഏറ്റവും മോഡേണാ, ഏറ്റവും പരിഷ്കൃതമായ മതമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരവും സമാധാനപരവുമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരാശയം അത് ഇസ്ലാമേ ഉള്ളൂ, വേറെ മതമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പെങ്ങന്മാരെ,
നിങ്ങൾ ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് ഇത് പഴഞ്ചനാണ് എന്ന് തോന്നണ്ട. ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകൾ, അതൊരിക്കലും ഒരു നിമിഷത്തിൽ പോലും നമ്മുടെ മനസ്സിൽ അതൊരു പഴഞ്ചനായി, അതൊരു അപരിഷ്കൃതമായി, അതൊന്നും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ആശയമല്ല എന്ന് തോന്നിയാൽ അത് ഈമാനില്ലാത്തതിന്റെ തോന്നലാ. ഖൽബ് ഈമാൻ ഇല്ല എന്നതിന്റെ അടയാളമാണ്, തഖ്വ ഇല്ലാത്തതിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അത്തരം ചെറിയൊരു തോന്നൽ പോലും തോന്നാൻ പാടില്ല. പുതിയ കാലത്ത് കലാലയങ്ങളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരികളടക്കം അവരുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ മതത്തിന്റെ ആശയങ്ങൾ എതിരായി വരുമ്പോൾ അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയിടലാണ്. അതുകൊണ്ട് അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയിടുന്ന ഒരു ആദർശം എനിക്ക് വേണ്ട എന്ന് പറയാൻ ധാർഷ്ട്യം കാണിക്കുന്ന പെൺകുട്ടികളടക്കം ജീവിക്കുന്ന കാലമാണിന്ന്. അവർക്ക് ആലോചനാശേഷി ഇല്ലാതെ പോയി അല്ലേ? ഇസ്ലാം പറഞ്ഞത് ഒരു വ്യക്തിയെ ഏറ്റവും നല്ല വ്യക്തിയായി രൂപപ്പെടുത്തുന്ന ആശയങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. കൽപ്പിച്ച കാര്യങ്ങളാണെങ്കിലും വിരോധിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്. എന്താ വിരോധിച്ചത്? കള്ളു കുടിക്കരുത്, മസ്താക്കുന്നതൊന്നും ഉപയോഗിക്കരുത്. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഗുണമുള്ള സംഗതിയല്ലേ ആ നിർദ്ദേശം? പലിശ കൊടുക്കരുത്, വാങ്ങരുത്, വ്യഭിചരിക്കരുത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ മനുഷ്യന്റെ വ്യക്തിത്വത്തെ, സംസ്കാരത്തെ, ജീവിതത്തെ സമാധാനപൂർണവും ഏറ്റവും നിലവാരമുള്ള രീതിയിലും മാറ്റിത്തീർക്കുന്ന ആശയങ്ങൾ മാത്രമാണ്. അതല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളോടും പറയാ, ഇസ്ലാം എൻ്റെ അഭിമാനമാണ്, ഇസ്ലാം എൻ്റെ ആത്മാവിന് ചേരുന്നത്. ഇസ്ലാം ഞാൻ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ ഞാൻ കൂടുതൽ നല്ല വ്യക്തിയായി മാറുകയാണ്. എനിക്ക് എല്ലാവരുടെ മുന്നിലും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവസരം ലഭിക്കുകയാ. ഇതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. അപ്പൊ ഖുർആൻ അവരെ സ്വാധീനിക്കും, ഖുർആൻ അവരിൽ വലിയ മാറ്റമുണ്ടാക്കും, വലിയ സ്വാധീനമുണ്ടാക്കും. കണ്ടില്ലേ മഹാന്മാരായ സ്വഹാബാക്കൾ, അവര് നല്ല മുത്തഖീങ്ങളാണ്. കാരണം അവര് ഖുർആനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. മദീനത്ത് വെച്ചുകൊണ്ട് ഒരു സൂക്തം ഇറങ്ങുകയാണ്, സൂറത്തു ആലി ഇമ്രാനിലെ 92-ാമത്തെ സൂക്തം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ. തീർച്ചയായും നിങ്ങൾ നന്മ ചെയ്യുന്നവരാകൂല ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ നന്മയുള്ളവരാകില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല, ലൻ തനാലുൽ ബിർറ, നന്മയെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ നന്മ എത്തിക്കുന്നവരാവില്ല. ഖുർആൻ പറയുകയാണ്, ഈ സൂക്തം ഇറങ്ങുകയാണ്, സ്വഹാബാക്കൾ ഇത് കേൾക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വരുന്നു. വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഓ നബിയേ, എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമ്പാദ്യമുണ്ട്. ആ സമ്പാദ്യം ഏതാണ്? ബൈറുഹാ, തോട്ടമാണ്. നല്ല ഈത്തപ്പന, ഏറ്റവും മുന്തിയിനം ഈത്തപ്പഴം തഴച്ചുണ്ടാകുന്ന വിളവുണ്ടാകുന്ന തോട്ടമാണ്. നല്ല പച്ചപ്പുള്ള തോട്ടമാണ്. ഈ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അധികാരത്തിലാണ്. മഹാൻ അവർക്ക് ഏറ്റവും ഇഷ്ടം വെച്ച തോട്ടമാണ്. ഈ സൂക്തം, ഖുർആനിക സൂക്തം ഇറങ്ങിയപ്പോൾ
മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖുർആനിക വചനം ഞാൻ കേട്ടല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവാക്കുന്നത് വരെ നന്മ നിങ്ങൾ എത്തിക്കൂല എന്ന് കേട്ടല്ല നബിയേ. എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് അത് ബൈറുഹാ, തോട്ടമാണ്. ആ തോട്ടം ഞാൻ ധർമ്മമായി നൽകിയിരിക്കുന്നു നബിയേ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കണ്ടോ, ഖുർആൻ ഇറങ്ങിയപ്പോൾ അതനുസരിച്ച് ജീവിക്കലാണ്. അതേ, ഖുർആൻ ഇറങ്ങുകയാണ്, യുദ്ധമുഖത്താണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള അനുഗ്രഹത്തിന്റെ വീടായ സ്വർഗത്തിലേക്ക്, റബ്ബിലേക്ക് മഗ്ഫിറത്ത് കാണിച്ചുകൊണ്ട് ഉളരിക്കോളൂ എന്ന സൂക്തമോദിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ഓതി കേൾപ്പിച്ചപ്പോൾ അതാ തൻസീലു വൽ അമലു ബിത്തൻസീൽ, ഖുർആനിനനുസരിച്ച പ്രവർത്തനമാണ്. കേട്ടിരുന്ന അതേ സ്വഹാബിയായ ഉമൈർ ഇബ്നു ഹുമാമ റളിയല്ലാഹു അൻഹു, നല്ല വിശപ്പുണ്ട്, ഈത്തപ്പഴം കഴിക്കുകയാ. അപ്പോഴാണ് ഖുർആനിന്റെ ഈ വചനം മനസ്സിനെ സ്വാധീനിക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഖുർആൻ ഇങ്ങനെയല്ലേ പറഞ്ഞത്, എങ്കിൽ എനിക്കിനി വിശപ്പ് പ്രശ്നമല്ല. കയ്യിലുള്ള ആ ഈത്തപ്പനം സൂക്ഷിച്ച തോൽസഞ്ചി വലിച്ചൊരേറെടുത്തു. എന്നിട്ട് യുദ്ധമുഖത്തേക്ക് ചെന്നിട്ട് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിച്ചു. ഖുർആനിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം. നമ്മളോ, ഖുർആൻ നമ്മെ സ്വാധീനിക്കുന്നില്ല. ഖുർആനിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുന്നില്ല. നമ്മൾ അതിനു പകരം ഖുർആനിന് വിരുദ്ധമായ ജീവിതം നയിക്കുകയാ, ഹറാമിന്റെ വഴികളെ തേടുകയാ. നമ്മൾ മാറണം, ഖുർആനിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ആ ഖുർആനിനനുസരിച്ച് ജീവിച്ചാൽ ഏറ്റവും നല്ല നിലവാരമുള്ള, ഏറ്റവും മികച്ച ഒരു ജീവിതം, ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഖുർആൻ നമുക്ക് ഡിസൈൻ ചെയ്തു തരുന്ന ജീവിതം എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതം ഖുർആനിനനുസരിച്ച് ക്രമീകരിച്ചു കാണിച്ചു തന്നു. മൂന്നാമത്തെ കാര്യം, ഒരു മുത്തഖിയാകാനുള്ള മൂന്നാമത്തെ കാര്യം, വരിളാ ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. വലിയ ആഗ്രഹങ്ങളല്ല മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, മറിച്ചോ ചെറിയ ആഗ്രഹങ്ങൾ. ഈ ലോകത്ത് വലിയ സ്വപ്നങ്ങളല്ല വെക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തുള്ള സ്വപ്നങ്ങളല്ല പ്രധാനം, പാരത്രികമായ ലോകത്തുള്ള സ്വപ്നങ്ങളാണ് പ്രധാനം. അതുകൊണ്ടാണല്ലോ അതേ സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം, ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിക കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഒരാൾ എന്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ടോ ആവശ്യത്തിനുള്ള ഉപജീവന മാർഗം അയാൾ തേടി. അങ്ങനെ തേടിയപ്പോൾ അയാൾക്ക് ലഭിച്ചു ചില വസ്തുക്കൾ. ആ ലഭിച്ച വസ്തുക്കളെ കൊണ്ട് അയാൾ സംതൃപ്തി അടഞ്ഞു, തൃപ്തനായി ജീവിച്ചു. അങ്ങനെ ജീവിച്ച ഒരാൾ, അയാളാണ് ഏറ്റവും വലിയ നല്ല മനുഷ്യൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളെ പ്രശ്നം എന്താ? പോരാ അല്ലേ? വീട് അതൊരു കുറച്ച് പഴയതായി പോയി. അപ്പൊ ഇതൊന്നും മുന്നൊക്കെ ഒന്ന് മോടി കൂട്ടണം. നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം. നിങ്ങൾ അധ്വാനിക്കുന്ന ബിസിനസ് നടത്തുന്ന നല്ല കായൊക്കെ കയ്യിലുണ്ടോ? ചെയ്തോളി, കുഴപ്പമില്ല. അതേസമയം കടം വാങ്ങിയിട്ട് മോടി കൂട്ടാൻ നിൽക്കണ്ട. നിങ്ങൾ ഒരു വാഹനം ഇപ്പൊ ഉണ്ട്, കുറച്ച് പഴക്കമുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടുകാരൻ എന്ത് ചെയ്യുന്നത്? കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു വണ്ടി എടുക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നാണ് നമ്മൾ ചെറുതായി പോയി. ആഗ്രഹം മനസ്സിൽ വരിക, ലോണിന് വാഹനം എടുക്കുകയാ.
ഇങ്ങനെയുള്ള ഏർപ്പാടിലേക്ക് നമ്മൾ പോകണ്ട. നമ്മളുള്ളതിനനുസരിച്ച് ജീവിക്കാനാണ് പഠിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയുണ്ടാകുക. ദുനിയാവിൽ കുറെ ഉണ്ടാക്കണമെന്ന ചിന്ത നമ്മളെ കൽബിൽ വേണ്ട. നമ്മളിൽ പലരും എന്തുകൊണ്ടാണ് കടക്കാരായി പോകുന്നത്? സുബ്ഹാനല്ലാഹ്, മത്സരത്തിന്റെ ലോകത്തുകൂടെ ജീവിക്കുന്നത് കൊണ്ടാണ്. ആർക്കൊന്നും മതിയാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, 2-3 കഫ്റ്റീരിയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ആലോചിക്കണം അടുത്തൊരു സ്ഥലത്ത് തുടങ്ങിയാലോ, അതും ഇങ്ങനെ പോകുമ്പോ പിന്നെ ഒരു സ്ഥലത്ത് തുടങ്ങിയാലോ. ഇങ്ങനെ ആഗ്രഹങ്ങളായി പോവാൻ. ഇതെവിടെ അവസാനിക്കും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. അതിനുവേണ്ടി പലരോടും കാശ് വാങ്ങുകയാണ്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ആലോചനയില്ല. എല്ലാം കൃത്യമായ പ്ലാനോടുകൂടെ ആകണം. വീടിന് ചിലപ്പോൾ ചില അസൗകര്യം ഉണ്ടാകും. പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, നമ്മളെ വീടൊക്കെ പഴയതായിപ്പോയില്ലേ, അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ആക്കണ്ടേ? ശരിയാണ്, ആക്കണം. നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടോ? വരുമാനത്തിനനുസരിച്ച് നിങ്ങളെ വീട് സൗകര്യപ്പെടുത്തിക്കോളൂ. നിങ്ങളെ വാഹനം അതേ കടമില്ലാതെ വാങ്ങിക്കോളൂ. ഇതൊക്കെ ചെയ്യാം. പക്ഷേ കടം വാങ്ങിയിട്ട് ഇത്തരം ഏർപ്പാടുകൾ നമ്മൾ ചെയ്യരുത്. നമ്മൾ എന്തിനാണ് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത കളയുന്നത്? നമ്മൾ മനുഷ്യന്മാരെ കാണുമ്പോൾ നല്ല സന്തോഷത്തിൽ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. ആചാര്യോട് ഇന്നലെ വരെ അങ്ങനെയാണ് നമ്മൾ പെരുമാറിയത്. നമ്മൾ വീടെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വലിയ കടം വാങ്ങി. അല്ലെങ്കിൽ കല്യാണം, ഞാനിപ്പോ എത്ര ആളെ കല്യാണത്തിന് വിളിക്കണം? അപ്പുറത്ത് 3000 ആളെ കല്യാണമായിരുന്നു. എന്നാൽ ഇവിടെ 4000 ആളെ കല്യാണം. അവിടെ ഭക്ഷണത്തിന് 7 വിഭവമായിരുന്നു, എന്നാ ഇവിടെ 10 വിഭവം. ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി പലരോടും കടം വാങ്ങി. എന്നിട്ടോ കല്യാണമൊക്കെ വലിയ ജോറിൽ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആ ആഴ്ചയിൽ ഓരോരുത്തരും ബില്ലുമായി ഇങ്ങനെ വരികയാണ്. ആ ബില്ല് പേ ചെയ്യാൻ കയ്യിൽ കായില്ല. അപ്പോഴാണ് സുഹൃത്തിനെ വിളിച്ചു, ഒരു 2 ലക്ഷം തരണം. വേറൊരു സുഹൃത്തിനെ വിളിച്ചു, നീ 1 ലക്ഷം തരണം. ഇങ്ങനെ പലരോടും ലക്ഷം വാങ്ങി. ഇന്നലെ വരെ നമ്മൾ ഓരോട് നല്ല സന്തോഷത്തിൽ ഫോണൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാനാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ആ സുഹൃത്ത് ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുമ്പോ നമ്മൾ ഫോൺ എടുക്കുന്നില്ല. എന്താ കാര്യം? കൊടുക്കാനുള്ള 2 ലക്ഷം കയ്യിലില്ല. അതേപോലെ തന്നെ വഴിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ മെല്ലെ മാറാൻ നോക്കുകയാണ്. ആചാര്യോട് എപ്പം കാണുമ്പോൾ നല്ല സന്തോഷത്തിന്റെ വർത്താനാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോ ആചാര്യ വരുന്ന വഴിയിലൂടെ അല്ലേ നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ കണ്ടാൽ അസ്സലാമു അലൈക്കും, എനിക്ക് തിരക്കുണ്ടേ എന്ന് പറഞ്ഞ് വേഗം പോവാൻ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് മനസ്സിന് മടിയായി, കണ്ടാൽ സംസാരിക്കാൻ മടിയായി. അവരിൽ നിന്ന് നമ്മൾ ഇന്നലെ വരെ നല്ല സ്നേഹത്തിലായിരുന്നു. ഇതാ ഇന്നു മുതൽ നമ്മൾ അകലാൻ തുടങ്ങി. അവരുമായുള്ള ബന്ധത്തിന്റെ കുലച്ചിൽ തട്ടുന്നു. നമ്മളാണെങ്കിലോ നിർമ്മിച്ച വീട്ടിനകത്ത് അസ്വസ്ഥതയോടെ ഇരിക്കുന്നു. എന്തിനാ മോനെ മോളെ അനാവശ്യ ടെൻഷൻ വലിച്ചു വരുത്തുന്നത്, അനാവശ്യമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? കല്യാണമുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ, അതിന് കുഴപ്പമില്ല. ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം അതേ സംവിധാനിച്ചോളൂ, അതിഥികളെ സൽക്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മത്സരം വേണ്ട, അമിതം വേണ്ട, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട. ഒരു മുഅ്മിനായ മനുഷ്യൻ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ പഠിപ്പിച്ചത്, നിങ്ങൾ നല്ലൊരു മുസ്ലിമായാൽ നിങ്ങൾ ജയിച്ചു. എന്ത് വേണമെന്നറിയുമോ? നിങ്ങൾക്ക് ഹലാലായതിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾ വാങ്ങണം. ആ ഉള്ളത് നിങ്ങൾ സംതൃപ്തിയോടെ കാണണം. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ആഗ്രഹിക്കണ്ട. ഉള്ളത് മതീന്ന് വിചാരിക്കണം. ഇവിടെ എത്ര പ്രൗഢി ഉണ്ടായി, പത്രാസ് ഉണ്ടായിട്ടെന്താ? ആളുകൾ ഓന്റെ വീട് വളരെ ഉഷാറായി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കെന്ത് കാര്യമാണ്? ഓന്റെ കല്യാണം മഹാജോറായി എന്ന ആളുകൾ പറഞ്ഞിട്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ തഖ്വയുള്ളവരാണോ? വരിളാബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടണേ. പെങ്ങളെ 2-3 ഡ്രസ്സേ ഉള്ളൂ, കല്യാണം ഒന്ന് കഴിഞ്ഞു, അതിലാ ഡ്രസ് ഇട്ടു, അടുത്ത കല്യാണം വരുന്നു,
ഭർത്താവ് ചെറിയ ശമ്പളക്കാരനാണ്. അതേ, ആ കല്യാണത്തിന് പോയപ്പോ ഈ പർദ്ദ എല്ലാരും കണ്ടതല്ലേ, ഇനി അതേ പർദ്ദ തന്നെ ഞാൻ ഈ കല്യാണത്തിനും കൂടെ ഇട്ടാലോ, ഇത് പഴയതാണെന്ന് വിചാരിക്കൂലേ എന്ന് പറഞ്ഞിട്ട് പ്രയാസപ്പെടുന്ന രക്ഷിതാവിന് വീണ്ടും ഒരു 2000-ഓ 3000-ഓ ചെലവാക്കി ഒരു പർദ്ദയും കൂടെ വാങ്ങുമ്പോ ആ ഭർത്താവ് പോയിട്ട് ഒരാളോട് 5000 രൂപ കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ടോന്ന് നോക്കണേ പെങ്ങളെ. എന്താ ഈ പർദ്ദന കിട്ടാല്? അത് പറ്റൂല. ഒരു കല്യാണത്തിന് റിലീസായാൽ അത് അടുത്ത കല്യാണത്തിന് പറ്റൂല. നമ്മളൊക്കെ ഇട്ട് തന്നെ എല്ലാ കല്യാണത്തിനും ഇടല്. എന്നാ സ്ത്രീകൾക്ക് അത് പറ്റൂല. അത് അത് ഇട്ട് കഴിഞ്ഞ് പഴയതായി. ഓ പെങ്ങളെ, എന്ത് പഴയതാകലാണ്? ജീവിതം ഇസ്ലാമിനനുസരിച്ചാകണ്ടേ. നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ടോ എങ്കിൽ നമ്മൾ അതിൽ ഇടപെടുന്നില്ല. ഉള്ളതിൽ തൃപ്തിയടയാനുള്ള മനസ്സ് വേണം. സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും അമിത വ്യയം ചെയ്യാൻ പാടില്ല. വലാ തുബദ്ദിർ തബ്ദീറാ, അമിത വ്യയം ചെയ്യാൻ പാടില്ല. അതേസമയം ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കാനും പാടില്ല. ബുഖലും പാടില്ല, അമിതവും പാടില്ല. രണ്ടും പാടില്ല. അമിതത്വമാണ് കാണേണ്ടത്. ആ മിതത്വത്തിൽ അങ്ങനെ പോകണം. അങ്ങനെ പോകലാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത. അതിന് പകരം പത്രാസ് കാണിക്കലില്ലേ, ആളുകളെ മുന്നിൽ എൻ്റെ ഡ്രസ്സ് വളരെ ഉഷാറായി എന്നൊരു അഭിപ്രായം കിട്ടലില്ലേ, അതുകൊണ്ട് കാര്യമില്ല. കണ്ടില്ലേ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വളരെ ലളിതമായി ജീവിച്ചവരാണ്. അവർക്ക് വേണമെങ്കിൽ എത്രയോ സമ്പാദിക്കാമായിരുന്നു, പക്ഷേ ഒന്നും സമ്പാദിച്ചില്ല. ഒരു ദിവസം അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. വിരുന്നുകാരൻ വന്നപ്പോൾ വീട്ടിൽ അതാ കയറി വന്ന സമയത്ത് വീട്ടിൽ കാര്യമായൊന്നും കാണുന്നില്ല. ആവശ്യമുള്ള ഫർണിച്ചർ കാണുന്നില്ല, സംവിധാനങ്ങൾ കാണുന്നില്ല. ഈ സംവിധാനങ്ങളൊന്നും കാണാതിരുന്നപ്പോൾ വിരുന്നുകാരൻ ചോദിച്ചു, അബൂദറേ, ഈ വീട്ടിൽ ആവശ്യമുള്ള സാമഗ്രികളൊക്കെ എവിടെ? ഒന്നും കാണാനില്ലല്ലോ. പ്രൗഢമായ തീന്മേശയില്ലല്ലോ, സോഫ സെറ്റില്ലല്ലോ, മോടിയുള്ള വിരിപ്പില്ലല്ലോ, ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മറുപടി, ഓ സുഹൃത്തേ, ഇതെന്റെ ഒരു താൽക്കാലികമായ വീടാണ്. എനിക്ക് മറ്റൊരു വീടുണ്ട്. ആ വീടിലേക്ക് ഞാൻ എല്ലാ ഫർണിച്ചറും വാങ്ങി വെക്കുന്നുണ്ട്. മോടിയുള്ള സോഫ അവിടെയുണ്ട്, ഏറ്റവും പ്രൗഢമായ വിരിപ്പ് അവിടെയുണ്ട്, സംവിധാനങ്ങളെല്ലാം അവിടെയുണ്ട്. ആ വീടിന് വേണ്ടി ഞാൻ എല്ലാം അവിടത്തേക്ക് മാറ്റിയതാണ്. ഈ വീട് തൽക്കാലമായി ഞാൻ താമസിക്കുന്ന വീടാണ്. ഞങ്ങൾ എല്ലാ നല്ല വസ്തുക്കളും ആ വീട്ടിലാണ് ഞങ്ങൾ സംവിധാനിച്ചത്. ഈ മറുപടി കേട്ടപ്പോൾ ആ വിരുന്നുകാരൻ ചോദിച്ചു, എങ്കിലും അബൂദർ തങ്ങളെ, അത്യാവശ്യം ഈ വീട്ടിൽ കഴിയുന്ന സമയത്തുണ്ടാകേണ്ട വസ്തുക്കൾ ഇവിടെ വേണ്ടേ? അത്യാവശ്യം ഈ വീട്ടിൽ കഴിയുമ്പോ ആ കഴിയുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ ഇവിടെ വേണ്ടേ? അതുപോലും ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മറുപടി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതെന്റെ സ്വന്തം വീടല്ലല്ലോ, ഇതിന്റെ ഉടമസ്ഥൻ ഞാനല്ലല്ലോ. ഈ വീടിന്റെ ഉടമസ്ഥൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന ഏത് സമയത്തും ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം, നിങ്ങൾ ഈ വീട് വിട്ടു പോകണം. അപ്പൊ അങ്ങനെ എപ്പോഴും ഇറങ്ങിപ്പോകേണ്ട വീടാണിത്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും ഇവിടെ വെക്കാതെ ഈ വീടിലെ ചില അസൗകര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അത് മനസ്സുകൊണ്ട് സംതൃപ്തിപ്പെട്ട് ഈ ഒരുപാട് നല്ല നല്ല ഫർണിച്ചറുകളും നല്ല സംവിധാനങ്ങളും എൻ്റെ ഉടമസ്ഥാവകാശത്തിലില്ല
ഇല്ലാത്ത വീട്ടിൽ എന്തിനാണ് ഞാൻ ഒരുക്കുന്നത്? അതെല്ലാം കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഇതവിടെ കൊണ്ടുപോയി വെക്കാനാണ്. അതുകൊണ്ട് എനിക്കായി സ്വന്തമായി നിർമ്മിക്കപ്പെട്ട വീട്ടിലേക്ക് അവിടെ നല്ല ഫർണിച്ചർ ഉണ്ടാവട്ടെ, അവിടെ നല്ല പതേ വിരിപ്പുണ്ടാവട്ടെ, അവിടെ ഏറ്റവും പ്രൗഢമായ സംവിധാനങ്ങൾ നമ്മൾക്ക് ഒരുക്കാമല്ലോ. ഇവിടെ എപ്പോ പറഞ്ഞാലും ഇറങ്ങിപ്പോകേണ്ട വീടാണല്ലോ. അതുകൊണ്ട് ഈ വീട്ടിലെ അസൗകര്യം എനിക്ക് പ്രശ്നമല്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു മറുപടിയാണ്! അതെ, എനിക്ക് വേണ്ടി എൻ്റെ സ്വന്തം വീട് ഇതല്ല, അത് പരലോകത്ത് സ്വർഗത്തിൽ സംവിധാനിക്കപ്പെട്ട വീടാണ്. അവിടെയാണ് നല്ല ഫർണിച്ചർ വേണ്ടത്, അവിടെയാണ് നല്ല വിരിപ്പ് വേണ്ടത്, അവിടെയാണ് നല്ല ബെഡ്റൂം വേണ്ടത്, അവിടെയാണ് സംവിധാനങ്ങൾ മുഴുവനും വേണ്ടത്. അതുകൊണ്ട് ഞാൻ അതെല്ലാം അവിടത്തേക്ക് പർച്ചേസ് ചെയ്യുകയാണ്. ഇവിടുത്തെ വീടിൻ്റെ ഉടമ ഞാനല്ല. എപ്പോൾ വിളിച്ചാലും മസറായിൽ വന്നാലും ഞാൻ ഇറങ്ങിപ്പോകേണ്ട വീടാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ളതിൽ സംതൃപ്തിയാണല്ലോ. ഇതാണ് മഹാനായ അബൂദർ ഗിഫാരി തൻ്റെ വീട്ടിലേക്ക് അതിഥിയായി വന്ന വ്യക്തിയോട് കൊടുത്ത മറുപടി കേട്ടോ. നമ്മൾ എന്തിനും ഓടികൂട്ടണം, പത്രാസ് കാണിക്കണം, മത്സരത്തിന് പോകണം? ഓ മുഅ്മിനീങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളും അനാവശ്യ കടത്തിൽപ്പെടാതിരിക്കണം. അവരുടെ മനസ്സിൽ നല്ല ചിന്ത വേണം, ആഖിറത്തെ കുറിച്ച് ആലോചിക്കണം. ഇവിടെ നശ്വരമാണ്, താൽക്കാലിക വീടാണെന്ന ചിന്ത വേണേ. ആ ചിന്തയുള്ളവൻ അവൻ അതാ ഉള്ളതിൽ തൃപ്തിപ്പെടുമല്ലോ. അപ്പോൾ ഒരു മുത്തഖിയാകാനുള്ള മൂന്നാമത്തെ സ്വഭാവം വരില്ലാ ബിൽ ഖലീൽ. നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. നാലാമത്തെ കാര്യം എന്താണ്? വൽ ഇസ്തിദാദു ലിയൗമിർ റഹീൽ. സജ്ജമാകലാണ്. എന്തിനുള്ള സജ്ജീകരണം ഒരുക്കലാണ്? ലിയൗമിർ റഹീൽ, പാരത്രിക ലോകത്തേക്കുള്ള ശാശ്വതമായ ഒരു യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തലാണ്. ആ ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കണ്ടില്ലേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ബുദ്ധിമാനാരാണ്? അതേ, മരണത്തിനു ശേഷമുള്ള കാര്യത്തിനു വേണ്ടി സമ്പാദ്യം ഒരുക്കുന്നവനല്ലയോ ബുദ്ധിമാനായ മനുഷ്യൻ. അൽ കയ്യിസു മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗതി. ബുദ്ധിമാനായ മനുഷ്യൻ സ്വവിചാരണക്ക് വിധേയമാക്കുന്നവനാണ്. മരണാനന്തര ജീവിതത്തിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. കണ്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹാ. അവിടുത്തെ ഭർത്താവാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങൾ സമ്പത്തില്ലാത്തയാളാണ്. അതേ, വീട്ടിലൊന്നുമില്ല. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഒരു തോലിന്റെ മെത്തയാണ്, വിരുപ്പാണ്, മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളാണ്. ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമോ അവിടുത്തെ പൂമേനിയിൽ ചുവന്നു തൊടുത്ത അടയാളങ്ങളാണ്. സ്വഹാബാക്കള് സങ്കടത്തോടെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളൊരു വിരിപ്പൊരുക്കട്ടെ?
ഒരു മെത്തയുണ്ടാക്കട്ടെ. ലാ, വേണ്ട വേണ്ട, ഈ പാടുകൾ എനിക്ക് പ്രശ്നമല്ല. ഈ വിരിപ്പ് വിരിച്ച് സ്വസ്ഥമായി ഇവിടെ വിശ്രമിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വഹാബ. ഇത് താൽക്കാലികമായ വിശ്രമമല്ലേ, അതുകൊണ്ട് എനിക്കത് ആവശ്യമില്ല. ഇതല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതികരണം. കണ്ടില്ലേ, വഫാത്തിന്റെ തൊട്ട് മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ കുറച്ചു ദിർഹമുകൾ അവശേഷിച്ചിരുന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിർഹം വീട്ടിൽ അവശേഷിച്ചത് കണ്ടപ്പോൾ അസ്വസ്ഥമാകുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അത് കാണുന്നുണ്ട്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അസ്വസ്ഥതയിൽ പറയുകയാണ്, ഓ ആയിഷ, യാ സ്വഹാബ, ദിർഹമുകൾ മുഹമ്മദിന്റെ വീട്ടിൽ അവശേഷിപ്പിച്ചിട്ട് ആ ദിർഹമുകൾ കയ്യിലുള്ളതോടുകൂടെ സൃഷ്ടിച്ച നാഥനെ ഞാൻ കണ്ടുമുട്ടുകയോ, അവനിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുകയോ, അതെനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല, വിചാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആകെ അവശേഷിക്കുന്ന ദിർഹമുകൾ അതും ഒന്ന് വേഗം ധർമ്മം ചെയ്തൊഴിവാക്കൂ. അതും ഒന്നൊഴിവാക്കിയതിനു ശേഷം എനിക്ക് സംതൃപ്തിയോട് എൻ്റെ നാഥനിലേക്ക് തിരിച്ചു നടക്കാമല്ലോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണമല്ലയോ മുഅ്മിനീങ്ങളെ? നല്ല തഖ്വ വേണം, മുത്തഖീങ്ങളാകണം, നാളെയുള്ള ജീവിതത്തിനു വേണ്ടി ഒരുക്കം നടത്തണം, അതിന് സജ്ജീകരണം നടത്തണം. വല്ലിസ്തിദാദു ലിയൗമിർ റഹീൽ, ശാശ്വതമായ ലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെ നമ്മൾ നടത്തേണ്ടതുള്ളൂ. ദുനിയാവിൽ വലിയ സ്വപ്നങ്ങൾ വെയ്യണ്ട, ഇവിടെയുള്ള സംവിധാനങ്ങളെ കൊണ്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നിങ്ങൾ നിങ്ങളെ ശരീരത്തിനെ അതാ നിരീക്ഷിക്കേണ്ടതുണ്ട്, നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചതെന്ന് പരിശോധിക്കണേ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖൈറും ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളെയും സൃഷ്ടാവ് അറിയുന്നവനാണ്, സംശയം വേണ്ട. അതുകൊണ്ട് ഈ ദുനിയാവ് നശ്വരമാണെന്ന ചിന്തയിൽ, ഇവിടെ എപ്പോഴും ജീവിക്കാൻ കഴിയില്ല എന്ന ഓർമ്മയിൽ, കണ്ടില്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ചുമലിൽ തട്ടിയിട്ടൊരു വാചകം പറഞ്ഞു. ആ വാചകം കേട്ടപ്പോൾ എൻ്റെ കൽബങ്ങ് പൊട്ടി, ഞാനങ്ങ് ബേജാറായി. ആ വാചകം എന്താ?
കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഓ മോനെ, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെയാകണം. ഈ റാഷിദ് ഇവിടെ നിന്ന് വേഗം പോകും. അതേ, നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയാൽ വേഗം ഇങ്ങ് തിരിച്ചു പോരും. ഇങ്ങനെ ഒരു വഴിയാത്രക്കാരനെ പോലെയോ അപരിചിതനെ പോലെയോ ആകണം എന്ന് ഉപദേശിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹു പറയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉപദേശം ഇബ്നു ഉമർ തങ്ങൾക്ക് കൊടുത്തപ്പോൾ ആ കൊടുത്തതിന് ശേഷം ഇബ്നു ഉമർ തങ്ങൾ പറയുമായിരുന്നു, ഓ നീ വൈകുന്നേരമായാൽ അതേ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കല്ല, പ്രഭാതമായാൽ വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കല്ല. അതേ, സ്വന്തം ഇങ്ങനെ പറയും, നിന്റെ രോഗത്തിന് മുമ്പ് നീ നിന്റെ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ വിനിയോഗിക്കണം. മരണത്തിന് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്ത് നീ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം. ഈ നിലയ്ക്ക് എല്ലാ സെക്കൻഡിലും മരിക്കാൻ ഒരുങ്ങിയിട്ട് ജീവിച്ചവർ ജീവിക്കുകയാണ്. ആ നിലക്കുള്ള ജീവിതമാണ് മഹാന്മാർക്കുള്ളത്. ആ മരണത്തെക്കുറിച്ച്, ശാശ്വതമായ ജീവിതത്തെക്കുറിച്ച് ആലോചന വരുമ്പോ ദുനിയാവിൻ്റെതെല്ലാം അവർ വിട്ടേച്ചു പോവുകയാ. മഹാനായ അഞ്ചാം ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലിയ യുദ്ധങ്ങളോടുകൂടെ അധികാരത്തിലെത്തി. അധികാരം അവിടുത്തെ തലയിൽ വന്നു. പരിക്ഷീണിതനാ, ഉറക്കമില്ലാത്ത രാത്രികളാ. ആ ഉറക്കമില്ലാത്ത രാത്രികൾ, ആ രാത്രികളിൽ ആ സമയത്താണ് ക്ഷീണിച്ചു പരവശമായി നിൽക്കുമ്പോഴാണ് മഹാനവറുകളെ അമീറായി തീരുമാനിക്കുന്നത്. ആ അമീറായി തീരുമാനിച്ചതിനു ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എല്ലാം ഒന്ന് ശാന്തായല്ലോ, സ്വസ്ഥമായൊന്ന് ഉറങ്ങണം. ഒരുപാട് ദിവസമായി ഉറങ്ങിയിട്ട് ശരീരമൊക്കെ വല്ലാത്ത ക്ഷീണത്തിലാണ്. അങ്ങനെ ഉറങ്ങാനും വിശ്രമിക്കാനും ഉദ്ദേശിച്ച് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മെല്ലെ വിശ്രമിക്കാൻ വേണ്ടി പോകുമ്പോ വാപ്പയെ സ്വന്തം മകൻ വിളിക്കുകയാണ്, യാ അബീ, ഓ വാപ്പാ അവിടെ നിൽക്കൂ. മകൻ എന്തോ പറയാനുണ്ട്. വാപ്പ അവിടെ നിന്നു. മോനെ, എന്താണ് പറയാനുള്ളത്? അപ്പൊ മകന്റെ ചോദ്യം, വാപ്പാ അധികാരത്തിലെത്തിയിട്ട് ഇതാ ഭരണകൂടത്തിന്റെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ ഇവിടെ ഇല്ലേ? ആ തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളെ സ്വന്തം നഫ്സിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി വിശ്രമിക്കാൻ പോകുകയാണോ? വാപ്പാ, ഇത് തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങളെ വിശ്രമം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ വാപ്പാക്ക് പോകാം. അങ്ങനെ ഉറപ്പില്ലെങ്കിൽ ഈ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാതെ നിങ്ങൾ എങ്ങനെ പോകും വാപ്പാ എന്ന് സ്വന്തം മകൻ വാപ്പാനോട് ചോദിച്ചപ്പോ ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിച്ചു. ഒന്ന് റബ്ബിനെ ഭയപ്പെട്ടിട്ടാണ്, മറ്റൊന്നോ റബ്ബിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ, പാരത്രികമായ ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്ന വിഷയത്തിൽ എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു മകനെ അല്ലാഹു എനിക്ക് ഔദാര്യമായി തന്നല്ലോ എന്ന സന്തോഷത്തിന്റെ പേരിലുമുള്ള കണ്ണുനീരാട്. ആ നിലക്കാട് അവിടെ വിശ്രമം മാറ്റിവെച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതാ തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിനു വേണ്ടി തിരിച്ചു വരുന്ന കാഴ്ചയല്ലേ അവിടുത്തെ ജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണം നടത്തുമ്പോ പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടും. രാത്രികളിൽ, എല്ലാ രാത്രികളിലും തൻ്റെ അതേ പണ്ഡിതന്മാരെ ആലിമീങ്ങളെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയും, ഓ പണ്ഡിതന്മാരെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മരണത്തെക്കുറിച്ച് എനിക്ക് വയത് പറഞ്ഞു തരൂ. നിങ്ങൾ മരണത്തെക്കുറിച്ച് എനിക്ക് വയത് പറഞ്ഞു തരൂ. അതേ അവരോട് പറയും. അതേ അങ്ങനെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോ കണ്ണുനീര് മഹാരവറുകൾ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോ പറയും, നിങ്ങൾ പാരത്രിക ലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു തരൂ. അങ്ങനെ രാത്രി കുറെ സമയം ആലിമീങ്ങളെ കൊണ്ട് സ്വന്തത്തിൽ തന്നെ ആഖിറത്തെക്കുറിച്ചും അതേപോലെ തന്നെ മരണത്തെക്കുറിച്ചും ഉപദേശങ്ങൾ ആ ഓരോ രാത്രികളിലും കേട്ടിട്ട് മഹാരവറുകൾ കരഞ്ഞിട്ട് കണ്ണുനീര് പൊടിച്ചിട്ടാണ് രാത്രികൾ കഴിച്ചു കൂട്ടാറുള്ളത്. മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു രാത്രിയുണ്ടോ? പറയുന്ന എൻ്റെ കൽബ് പൊട്ടുന്നുണ്ടോ? കേൾക്കുന്ന നിങ്ങളെ കൽബ് പൊട്ടുന്നുണ്ടോ? ഉറ്റവരും ഉടയവരും സർവരും നമ്മെ ഒറ്റക്കാക്കിയിട്ട് തിരിച്ചു നടക്കുന്ന സമയം, അത് ആരുടെ മണ്ണിൽ നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും മക്കളെയും ബന്ധപ്പെട്ടവരെയും എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി വെച്ചിട്ട് മൂടുപലകയുടെ മുകളിൽ മിൻഹാ ഖലഖനാകും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എങ്ങനെ ഈ വാചകം പറഞ്ഞു 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും പോരുമ്പോ ഈ റാഷിദാരുടെ മണ്ണിൽ ഒറ്റക്ക് കിടക്കണ്ടേ? എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീകളെ, ആയിഷ, ഖദീജ, അബൂബക്കറെ, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത പേരുകളുള്ളവർ ഈ സദസ്സിൽ നിന്ന് ഉപദേശം കേൾക്കുന്നവർ, നമ്മളെങ്ങനെ ഒറ്റക്ക് കിടക്കേണ്ട ഒരു ഘട്ടമുണ്ടാകൂലേ? ആ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അതേ നമ്മളതാ സജ്ജമാകേണ്ടത് അതേ ലിസഫർ, അതേ ഏറ്റവും ശാശ്വതമായൊരു യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങളെ. നമ്മൾ ഒരുങ്ങിയാലോ ആരുടെ മണ്ണിൽ നമ്മൾ ഒറ്റക്കാകൂല. നമ്മൾ നല്ല ഇഖ്ലാസോടെ റബ്ബിനോട് ഖൗഫ് കാണിച്ചു, അവനിൽ പ്രതീക്ഷ അർപ്പിച്ചു, അവനോട് മഹബത്ത് കാണിച്ചു. നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളില്ലേ, നമ്മൾ ചെയ്ത സദഖകളില്ലേ, നമ്മൾ ചെയ്ത ഒരുപാട് സേവന പ്രവർത്തനങ്ങളില്ലേ, ഇത്തരം ഖൈറാത്തുകളില്ലേ, അതെല്ലാം ഖബറിൽ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ ഖബറിലേക്ക് വരും. ഖബറാളിയായ മനുഷ്യൻ ചോദിക്കും, അന്നത്തെ നിങ്ങൾ ആരാണ്? നല്ല സുഗന്ധത്തോട് നല്ല സൗന്ദര്യമുള്ള രൂപത്തിൽ ഈ മനുഷ്യൻ വരുമ്പോ ആ മനുഷ്യനോട് ഖബറാളി ചോദിക്കുന്നതാണ്, നിങ്ങൾ ആരാണ്? അപ്പൊ പറയും, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരമാണ്, നിങ്ങൾ നിർവഹിച്ച നോമ്പാട്, നിങ്ങൾ ചെയ്ത സദഖയാണ്. ഇങ്ങനെ ശാശ്വതമായ ലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുക്കി വെച്ച അമലുകൾ, ആ അമലുകൾ ഓരോന്നോരോന്നായി ഖബറാളിയായി കിടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പരിസരത്ത് വരേണ്ടതില്ലേ? ആ നിലക്കുള്ള സന്തോഷത്തിന്റെ അവസ്ഥ ഖബർ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കേണ്ടതില്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നാലാമതായി മുത്തഖിയാകാൻ വേണ്ടി ഉപദേശം. ഈ 4 ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണമെന്ന് എൻ്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഈ മഹത്തായ സദസ്സിൽ വെച്ച് ഓർമ്മപ്പെടുത്തി. ഇന്ന് രാത്രി മുതൽ നാളെ പകലടക്കം ഓരോ ദിവസങ്ങളിലും നമുക്ക് ആവുന്നത്ര ഒരുപാട് ഖൈറാത്തുകൾ ഇങ്ങനെ നിർവഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അൽ ഖൗഫ് മിനൽ ജലീൽ വൽ അമൽ ബിത്തൻസീൽ വൽ റിളാ ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം.
ഖലീൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളെ ജീവിതത്തിൽ നമ്മൾ ഈ 4 അടയാളങ്ങളും കാണുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ട് പാതിരാത്രി പൊട്ടിക്കരയുന്നു. ആര്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിന്റെ മുകളിൽ നീരിരട്ടി വീർത്തിട്ടും അല്ലാഹുവിന്റെ മുന്നിൽ ദീർഘമായ ഖിയാമത്ത് നിർവഹിക്കുന്നു. അതേ ദീർഘമായ സുജൂദിലായി കിടക്കുന്നു. ആ സുജൂദിൽ അവിടുത്തെ കണ്ണുനീര് ഭൂമി അനുഭവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ദുനിയാവിന്റെ ഒരു സുഖവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചില്ല. ഉർവ റളിയല്ലാഹു അൻഹു അതാ കുറെ കാലം ഖിലാഫത്തിന്റെ ഒക്കെ കാലമെത്തിയപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരാണ്. ഉർവ റളിയല്ലാഹു അൻഹു വീട്ടിൽ അതേ അതിഥിയായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വന്നു. വന്ന സമയത്ത് നല്ല പത്തിരി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ആ ഭക്ഷണം കണ്ട മുതൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിങ്ങനെ വരുന്നു. അതേ സഹോദരിക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോ കരയുന്നതാ കാണുന്നത്. അപ്പോഴാണ് ചോദിച്ചത്, ഓ ആയിഷ, ഈ ഭക്ഷണം കാണുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നു? അപ്പോഴാണ് ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഓ സഹോദരി, ഞാൻ ഓർമ്മിച്ചു പോയത് എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്തുള്ള ജീവിതമാണ്. ആ ജീവിതത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും ഇത്രയും അതാ മൃദുലതയുള്ള മാവ് കൊണ്ട് നിർമ്മിച്ചൊരു പത്തിരി എന്റെ മുത്തുനബി കഴിച്ചിട്ടില്ല. അവിടുത്തെ കൂടെ ജീവിക്കുമ്പോ എനിക്ക് കഴിച്ചത് ഓർമ്മയില്ല. ആ ജീവിതം കൽബിലേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത്. ഞാൻ എങ്ങനെ ഈ മൃദുലമായ മാവ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിയുന്നില്ല എന്ന് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവ് ജനിച്ച മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ജീവിതത്തെ മാതൃകയാക്കി നല്ല മാറ്റങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അവസാനമായി വസിയ്യത്തായി ഓർമ്മപ്പെടുത്തി, പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റു നിൽക്കണം. നമ്മുടെ മനസ്സൊന്ന് മദീനയിലെത്തണം. റബീഉൽ അവ്വലിന്റെ ഒരു രാത്രിയാണ്. ആ രാത്രിയിൽ കൽബ് മദീനത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഹബീബിലേക്ക് അവിടത്തോട് സ്നേഹത്തോടൊരു സ്വലാത്ത് സലാം പറഞ്ഞിട്ട് അതിലൂടെ നമുക്ക് റബ്ബിലേക്കൊന്ന് കൽബ് ചേർത്തു വെക്കാൻ ഈ രാത്രി മുതൽ കഴിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് സബബാകുന്നൊരു മജ്ലിസാക്കി ഈ മജ്ലിസിനെ നീ മാറ്റിത്തരണേ അല്ലാ. ശരീരം ഇവിടെയാണ്, ആത്മാവകലങ്ങളിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. നിങ്ങളെ മനസ്സ് മദീനയിലെത്തിയോ? പ്രൗഢമായ മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങൾ നിങ്ങൾ കൽബ് കൊണ്ട് കാണുന്നുണ്ടോ? ജന്നത്തുൽ ബഖീന്റെ വിശാലമായ ഇടം നിങ്ങളെ മനസ്സിലെത്തിയോ? അങ്ങനെ മദീനയുടെ കാഴ്ചകൾ കണ്ടുവരുമ്പോ നിങ്ങൾ ഖുബ്ബത്തുൽ ഖദറാ കണ്ടോ? പച്ചക്കുബ്ബ കണ്ടോ? അവിടുന്ന് പിന്നെയും നടന്നാൽ നിങ്ങൾ ബാബുസലാമിലെത്തിയോ? ആ ബാബുസലാമിലൂടെ മെല്ലെ ആദരവോട് പാപഭാരമുള്ള ആത്മാവുമായി അതൊന്ന് കഴുകി വൃത്തിയാക്കപ്പെടണം. പാപിയായ റാഷിദിന്റെ ആത്മാവ് ഈ സദസ്സിലൊന്ന് വൃത്തിയാക്കപ്പെടണം. ഈ സാധുവിന്റെ ശബ്ദം കേൾക്കുന്ന സർവരുടെയും കൽബൊന്ന് കഴുകി വൃത്തിയായി കിട്ടണം. റബ്ബിന്റെ
കബൂലിയത്ത് കിട്ടണം, മുത്തുനബിയുടെ പൊരുത്തവും ലഭിക്കണം. ഇതെല്ലാം കൊതിച്ച് അതവോടെ ആ ബാബുസലാമിലൂടെ മെല്ലെ മുന്നോട്ട് വന്നാൽ ഇടതുഭാഗത്ത് റൗളയുണ്ട്. പിന്നെയും നടന്നാൽ മുന്നിൽ കാണാം ഹുജ്റത്തു ശരീഫ. സ്വർണ്ണ നിറമുള്ള ഗ്രില്ലുകളെ കൊണ്ട് അതാ വലയം ചെയ്യപ്പെട്ട റൂമാണത്. നിങ്ങൾ ആ റൂമിന്റെ ചിത്രം കൽബിലേക്ക് കൊണ്ടുവന്നു. ആത്മാവ് മദീന മുനവ്വറയിലുണ്ടോ? ഹുജ്റത്തു ശരീഫയിലെത്തിയോ? സ്വർണ്ണ നിറമുള്ള ഗ്രില്ലുകളിലേക്ക് നോക്കുമ്പോ അതാ 3 ദ്വാരങ്ങൾ കാണാം. ആ 3 ദ്വാരങ്ങളിൽ ഒന്നാമത്തെ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്നതാരാണ്? അതൊരു സാധാരണ വ്യക്തിയല്ല, അതൊരു നിസ്സാര വ്യക്തിയല്ല. ഈ ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരായ അല്ലാഹുവിന്റെ ഹബീബാൻ. ആ ഹുജ്റത്തു ശരീഫയിലിരുന്നിട്ട് അനുയായികളായ നമ്മൾ ഈ അകലങ്ങളിൽ നിന്ന് സലാം പറഞ്ഞേക്കുമ്പോഴും ശ്രദ്ധിക്കുന്ന നേതാവാണത്, കബൂലാക്കുന്ന നേതാവാണത്. നിങ്ങളാ ഹുജ്റത്തു ശരീഫയുടെ മുന്നിൽ പാവഭാരത്തോട് ആ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുമ്പോ കൽബിലാ മുത്തുനബിയെ കൊണ്ടുവന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുസ് സാലികീൻ, മിസ്ബാഹുൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഖുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ ثقلين, نبي الحرمين, إمام القبلتين, وسيلتنا إلى الله الحنان المنان, سيد الأبرار, محمد رسول الله صلى الله عليه وسلم. തങ്ങളാണ്. ആ തങ്ങള് പാപികളായ ദോഷികളായ ആഖിർ സമാനിൽ ജീവിക്കുന്ന നമ്മെ കാണും, നമ്മളെ കൈപിടിക്കും എന്ന പ്രതീക്ഷയോടെ കൽബ് പൊട്ടി എല്ലാവരും ഒരുമിച്ച് ഒരു സലാം മദീന മുനവ്വറയിലേക്ക് പറഞ്ഞയച്ചോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا خليل الله. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് മദീന മുനവ്വറയിലേക്ക് ഈ സമയത്ത് തന്നെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ ആത്മവിശുദ്ധി ആഗ്രഹിച്ചൊരുമിച്ച് കൂടിയ മജ്ലിസാണ്. ഞങ്ങളെ കൽബിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വൃത്തിയാക്കി തരണം അല്ലാഹ്. ഇജാബത്തുള്ള മജ്ലിസാക്കി ഈ മജ്ലിസിനെ നീ മാറ്റിത്തരണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. നമ്മളിന്ന് മരിച്ചുപോയ പലരുണ്ട്. നമ്മുടെ നേതാക്കൾ, പ്രവർത്തകർ പലരും മരിച്ചുപോയവരുണ്ട്. ഈ സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുർ റഷീദ് എന്ന സുഹൃത്തിൻ്റെ ഓർമ്മയിലാണ്. ഇരുന്നോളി. നമ്മളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞു പോയ ഒരു കൂട്ടുകാരനാണ്. ദീനിനു വേണ്ടി ആവുന്ന ഖിദ്മത്തുകൾ ചെയ്ത പ്രിയപ്പെട്ട പ്രവർത്തകനാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിൻ്റെ എല്ലാ സന്തോഷങ്ങളും ആ ഞങ്ങളെ കൂട്ടുകാരനായ അബ്ദുർ റഷീദിൻ്റെ ഖബറിലേക്ക് ഈ സമയത്തു തന്നെ നീ എത്തിക്കണം റഹ്മാനെ. അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സിനാൻ റബീഉൽ അവ്വൽ 11-നാണ് ലോകത്തോട് പിരിഞ്ഞു പോയത്. 3-ാമത്തെ ആണ്ട്
ഈ റബീഉൽ അവ്വൽ 11 പൂർത്തിയാകുകയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോനെ നാളെ പാരത്രിക ലോകത്ത് സാധുക്കളായ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി നീ കബൂൽ ചെയ്തു തരണം റഹ്മാനെ. ആ ഖബറിലും സന്തോഷം നൽകണം റഹ്മാനെ. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹയും ഇഖ്ലാസും അബ്ദതൈനി ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാസികളായ സഹോദരങ്ങൾ വളരെ ആവേശത്തിൽ ഭക്ഷണത്തിനു വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ സംഭാവനകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. വെള്ളമാണ്, ഒരു ബൈക്ക് അല്ല, ഒരു കസേര കിട്ടിയല്ലോ, ഒരു മൈക്ക് കിട്ടുമോ, കൈ പിടിക്കാം. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. അള്ളാഹു അവരുടെ എല്ലാ സദഖയും കബൂൽ ചെയ്തു തരട്ടെ, സ്വീകരിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ.